ഓട്ടർഷ കഴുകി കഴിഞ്ഞിട്ട് അടി മുഴുവൻ വൈറ്റ് അടിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, അത് പെയിന്റ് അടിക്കണം മൊത്തം ചേട്ടൻ. കെമിക്കൽ അടിച്ചതും അതുപോലെ ഡീസൽ അടിച്ചതും കൂടി വാഷ് ചെയ്ത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അടിച്ച് കഴിയുമ്പോൾ ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് എന്തായാലും മാറിക്കട്ടെ. നേരത്തേക്കും കൈയോടെ വെള്ളം അടിച്ച് കളയാട്ടോ. അപ്പോൾ റാമ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നേരത്തെ ഇവരിതിൻ്റെ അടിക്കടെ അങ്ങനെ ഇറങ്ങി പോയിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും സംഭവം. ഇത് ഡീസൽ തന്നെയാണ് അടിക്കണേ. കുളഞ്ഞ് നിൽക്കണം. പെയിന്റ് പിരിയാന്ന് പറഞ്ഞത് ഇതിലുണ്ടോ, പെയിന്റ് പിരിഞ്ഞ് നിൽക്കണുണ്ടോ. അതിൻ്റെ ഫ്രണ്ട് ചെറുതായിട്ട് തട്ടിയിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. കണ്ടു അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തോളോ ഏതാണ് വണ്ടി എന്ന്. അപ്പോൾ ക്യാബിൻ ബുക്കിയിട്ട് ഇനി നമ്മൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പൊടിയില്ല, സീറ്റൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി. ഇനി വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കരിയിലയും അതുപോലെ സിമെൻറ്റിൻ്റെ. അപ്പോൾ ഡീസൽ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് വണ്ടി കഴുകാനായിട്ട് കൊണ്ടിട്ടേക്കാണ്. ഇന്നലെ കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ സമയം 9 മണിയായി. അവർ 9 മണി കഴിയുമ്പോൾ 9 മണി ആകുമ്പോഴേക്കും വരാമെന്നാണ് പറഞ്ഞത് അവിടേക്ക്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ തന്നെ അവർ വണ്ടിയിൽ നിന്ന് ഡീസൽ സാധാരണ എടുത്തിട്ടാണ് കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഡീസൽ എടുക്കാൻ നിൽക്കേണ്ട, എത്ര ലിറ്റർ ഡീസലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാലാണ് അവർക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതെന്തെങ്ങനെ പറക്കി നിൽക്കുക. പഴയ കാലത്ത് ഇങ്ങനെയൊന്നുമല്ല. പഴയ കാലത്ത് രാവിലെ പെൺകുട്ടികൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം എന്നെ വീടിനെ മുറ്റടിക്കുക. അല്ലാണ്ട് അവിടെ ഒരു കരിയില കണ്ടു, ഇവിടെ ഒരു കരിയില കണ്ടു, അത് പറിക്കുക അങ്ങനെ നിൽക്കല്ല. അതുകൊണ്ടാണോ ആ ഒരു കാര്യം പറഞ്ഞ് രക്ഷപ്പെട്ടില്ല നീയേ. അത് ശരിയാട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു മരം പോലും ഇല്ല. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. പിന്നെ 1-2 ചെറിയ പരിപാടികളും കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ കഴുകാൻ ഈ വക സംഭവം എത്തിച്ചതിന് ശേഷം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവുകയും വേണം. അപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ നമ്മൾ വണ്ടി കഴുകാനായിട്ട് ആദ്യം ആ പരിപാടിക്ക് പോവാണ് കേട്ടോ. നമുക്ക് പോവാം. എനിക്ക് വിശക്കുണ്ട്. ഒന്നും തന്നിട്ടില്ല. രാവിലെ ഒന്നും തിന്നാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളിക കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് പൊറോട്ടം ബീഫും. ഇല്ല നീ വെറുതെ പറഞ്ഞു. എന്തെങ്കിലും ചെറുതായിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് അതിന് ശേഷം വേണം ഗുളിക കഴിക്കാൻ. അപ്പോൾ വേഗം പോട്ടെ. ഇനി നിന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പണി ചുറ്റും. ഓക്കെ ഗായ്സ്, നമ്മളിതേ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അവർ കെമിക്കലൊക്കെ ഫുള്ള് അടിച്ചു തുടങ്ങി. ഡീസൽ നമ്മൾ അവിടെ നിന്ന് 5 ലിറ്റർ മേടിച്ച് കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. അപ്പോൾ ഡീസലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിലവിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കെമിക്കലാണ് അടിക്കുക. കെമിക്കൽ അടിച്ച് അതിൻ്റെ പോകാനുള്ള സാധനങ്ങൾ പോയതിന് ശേഷം രണ്ടാമതാണെന്നുകൊണ്ട് ഡീസൽ എടുത്ത് വാഷ് ചെയ്യുക. അപ്പോൾ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത്ര ഈ സാധനത്തിൻ്റെ ഒരു പവർ പ്രഷർ വെച്ചിട്ടാണ് അടിക്കണത്. അപ്പോൾ അതിൻ്റെ പുക ഇങ്ങോട്ട് നിന്നിട്ടില്ല. മൂക്കും കണ്ണും ചെവി ഒന്നും തല കറങ്ങാന്ന് പറയില്ല. ആ നെല്ലയ്ക്കുള്ള സാധനമാണ് കേട്ടോ അടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർ, ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരൊന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവർ മുഖമൊക്കെ കെട്ടിയിട്ട് മാസ്കൊക്കെ വെച്ചിട്ട് മുഖമൊക്കെ കെട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ആ സാധനം അടിച്ചിട്ട് വരുമ്പോൾ. ഇവിടുന്ന് മാറി കുറേ അങ്ങനെ പോയി നിൽക്കാനും പറ്റില്ല. ഇരിക്കാൻ തന്നുള്ള കാരണം ഒരു ഇരിക്കുകയാണ്. അപ്പോൾ അവർ അടിയിൽ ഈ സാധനം ചെയ്യണം. അതിൻ്റെ പുക ഉണ്ടാവാനുണ്ട്. അത് കെമിക്കലാണ് കേട്ടോ. എന്ത് അഴുക്ക്, എന്ത് ചെളി, എന്ത് സാധനമെങ്കിലും ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് വർക്കുള്ള വണ്ടികൾക്കൊക്കെ സാധാരണ ഗതിക്ക് ഇങ്ങനെയാണ് ചെയ്യുക. അല്ല സാധാ ബോഡി വാഷ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിലവിൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് വർക്ക് ആകുമ്പോൾ പെയിൻറ്റ് പിടിക്കണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഗ്രീസോ അല്ലെങ്കിൽ ഓയിലിൻ്റെ മണിക്കുണ്ടെങ്കിൽ പെയിൻറ്റ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പക്ക ഫിനിഷിങ്ങായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യണത് 2300 രൂപയാണ് ഈ ഇതേപോലത്തെ വണ്ടികൾ, നമ്മുടെ വലിപ്പമുള്ള വണ്ടികൾ ചെയ്യാൻ വേണ്ടി മേടിക്കുന്നത്. പല സ്ഥലത്തും പല പൈസയാണ്. 2500, 2000 ഉണ്ട്, 3000 ഉണ്ട്, അങ്ങനെ റേറ്റ് ഉണ്ട്. അപ്പോൾ സാധനത്തിൻ്റെ ഫിനിഷിങ് അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളും പറയുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്ന് 3-4 അല്ല, 5 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടിയുള്ള കാരണം പല പണിയും പറഞ്ഞ് കാര്യങ്ങൾ തീർക്കേണ്ട. ഇത്ര വലിയ വണ്ടിയൊക്കെ ആയാലും വൈകുന്നേരം വരെ എന്തായാലും പണി ഉണ്ടാവും. എന്നാൽ കൂടിയും എന്താ പറയുക, ഇത്തിരി ഫാസ്റ്റ് ആവും. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോ 2 ആളോ ഉണ്ടെങ്കിൽ ഇത് തീരുമല്ലേറ്റ് അവസാനമാകുമ്പോൾ ഇവർക്ക് ദേഷ്യം വരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ എല്ലാ ഭാഗം അടിച്ച് ക്ലിയറാക്കി അടിവശത്തേക്കൂടെ കയറി റാമ്പുള്ള സ്ഥലത്ത് വേണം ഈ സംഭവം നമ്മൾ എവിടെയെങ്കിലും സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ റാമ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നിലത്തുനിന്ന് നമുക്കിത് ഇത്ര ഹൈറ്റ് ഉണ്ട്. പിന്നെ അത് തന്നെയല്ല ഇവർ ഇതിൻ്റെ അടിയിൽക്കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കണ്ടു. ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അടിയിൽ നിന്നിട്ട് സുഖമായിട്ട് അടിവശം കണ്ടിട്ട് എല്ലാ ഭാഗവും ക്ലീനായിട്ട് അടിക്കുകയും ചെയ്യാൻ. കണ്ടോ അവിടെ അടിക്കുന്നത്. അതേ അത് നിന്ന് വെച്ചിട്ട് അതിനകത്ത് കെമിക്കലിട്ടിട്ട് സ്പ്രേ ചെയ്യുകയാണ്. എല്ലാ സ്ഥലത്തേക്കുള്ള ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉറ്റുറ്റ് ഇങ്ങനെ വീഴും അതിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ.
വെള്ളം അടിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് വെള്ളം അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കഴുകാണ്ട് ഈ സിമെൻറ്റ് ഓടിയ വണ്ടികളൊക്കെ ഇല്ലേ വാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മുടെ ആണെങ്കിൽ കണ്ടിന്യൂസ് സിമെൻറ്റ് ഓടിയായിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ഇത് കണ്ടു എല്ലായിടത്തും അത് പോണോടത്തോളം കളഞ്ഞു തരാമെന്ന് പറയണം. അല്ലാണ്ട് ഇപ്പോൾ ഫുള്ള് ചിലപ്പോൾ പോയിന്നൊന്നും വരില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. മറ്റുള്ള വണ്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതെങ്ങനെയെങ്കിലുമൊക്കെ പോവും. ഈ സിമെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വണ്ടിക്ക് ബോഡിയിലിരിക്കണതൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ചേട്ടൻ എല്ലാ വശത്തും എഞ്ചിൻ വശത്തും ഇതൊക്കെ അടിക്കുന്നുണ്ട് കണ്ടത്. അതാണ് കെമിക്കൽ. ആ കെമിക്കൽ ഇങ്ങനെ വെച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ പെട്ടാം ഫുള്ള് എഞ്ചിൻ്റെ ഭാഗത്ത് കോയിൽ മഴ ഉണ്ടെങ്കിൽ എന്തായാലും ഈ സാധനം വെച്ച് അടിച്ചില്ലെങ്കിൽ പോവില്ല. നമ്മ നല്ല കണത്തിൽ എല്ലായിടത്തും ഇത് വെച്ചിട്ട് അങ്ങോട്ട് അടിക്കും. ഇത് എന്ത് കെമിക്കലാണെന്ന് ഇന്നാൾ പറഞ്ഞെന്നറിയാം, ഞാൻ മറന്നു പോയിട്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ സാധനം അടിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് പോവുകയും ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ വൃത്തിയാവില്ല. എങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും സംഭവം വൃത്തിയാവില്ല. ചേട്ടാ ഇത് എന്ത് കെമിക്കലാണ് ചേട്ടാ ഈ അടിക്കുന്ന സാധനം? ഇത് ഡീസൽ തന്നെയാണ് അടിക്കണേ? ആ, അലക്കുകാരം മിക്സ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടല്ലേ? മൂന്നും കൂടി അലക്കുകാരം ഡീസല് ഷാമ്പൂ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കണേ അല്ലേ? ഇപ്പം നിലവിൽ 3 അതിൻ്റെ അതായത് ഓയിൽ മയം മൊത്തം പോകാനുള്ള സൈസ് പരിപാടി അല്ലേ? സംഭവം ഇത് അടിച്ചില്ലെങ്കിലേ. അപ്പോൾ ഇതെന്തായാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമില്ല. ഞാൻ നിന്നെ ചോദിക്കുന്ന കാര്യം ഇതൊക്കെ അടിക്കുക പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ സൈസുള്ള കുറച്ച് ഇറങ്ങുന്നതാണ്. അത് നല്ല സാധനം. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇത് ഇവിടെയൊക്കെ കണ്ടു വണ്ടിയുടെ പഴയ സമയത്ത് ഈ കാഴ്ചയല്ല കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി പെയിൻ്റ് അടിക്കുമ്പോൾ സർവീസ് ചെയ്തിട്ട് പുളഞ്ഞ് നിൽക്കണം. പെയിൻറ്റ് പിരിയാന്ന് പറഞ്ഞത് ഇതിലുണ്ടോ? പെയിൻറ്റ് പിരിഞ്ഞ് നിൽക്കണുണ്ടോ? ഈ സംഭവമൊക്കെ അത് സർവീസിങ് ശരിയല്ലാത്തതുകൊണ്ട് കാരട്ടിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിരിപിരിന്ന് നിൽക്കുന്നത്. ഈ സംഭവം ഇത് മൊത്തം ചെയ്തിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീസൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിരിപിരിന്ന് പൊളിയ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല, പെർഫെക്റ്റായിട്ട് നിൽക്കും. സർവീസിങ്ങിന് മെയിൻ കാര്യം നോക്കി ഈ പെയിൻറ്റിങ് വൃത്തിയായിട്ട് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പെയിൻ്റ് എടുത്തിട്ട് തോന്നിയ പോലെ ആയിട്ടുള്ളതാണ്. പക്ഷേ കറക്റ്റ് സർവീസിങ് ആണെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കില്ലായിരുന്നു. ചേട്ടൻ എന്തായാലും എല്ലാ സ്ഥലത്തും സാധനം അടിച്ച് ഭംഗിയൊക്കെ ഉണ്ട്. തുരുമ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് തുരുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇനി ഓട്ടോ ഉണ്ടോ പാച്ച് ഉണ്ടോ എന്നൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഫുൾ എന്തായാലും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ഒരേ സൈഡിൽ നിന്ന്. അടിവശം മൊത്തം അടിച്ചു. ഇനി സൈഡ് ചേസിൻ്റെ വശവും അതുപോലെ തന്നെ ബോഡിയുടെ ഈ സൈഡിൽ നിന്നുള്ള കാണുന്ന വശവും അതൊക്കെയാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും അവർ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കട്ടെ. 3 പേര് 3 വർക്കിലാണ് കേട്ടോ. ഒരു ചേട്ടൻ നമ്മളുടെ വണ്ടിയിൽ ഡീസലും സംഭവമൊക്കെ മിക്സ് ചെയ്ത് അടിക്കുന്നു. മറ്റേ ചേട്ടൻ അവിടെ ഒരു ബുള്ളറ്റിൽ ഡീസൽ ഇട്ട് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ അതുപോലെ തന്നെ മുകളിലേക്ക് പൊക്കി കയറ്റി വെച്ച് അടിക്കുന്നുണ്ട്. ഇങ്ങനെ പൊക്കി കയറ്റി വെച്ച് അടിക്കുന്നതായിട്ടില്ല നമുക്കൊരു സംതൃപ്തി. മറ്റേ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാറുകളൊക്കെ പുതിയ സൈസ് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അടിയിക്കൽ അങ്ങനെ സ്പ്രേ ചെയ്ത് പോകുന്നത് അത് തൃപ്തിയല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തൃപ്തിയല്ല. ചിലപ്പോൾ അഴുക്ക് പോകണ്ടില്ലെന്ന് നമുക്ക് കാണുപോലില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റാമ്പിൽ കയറ്റി വെച്ചിട്ടുള്ളത് തന്നെ. എവിടെയെങ്കിലും ഒരു തുണ്ട് അഴുക്കുണ്ടെങ്കിൽ നമുക്ക് പൊക്കി വെച്ചിട്ടാകുമ്പോൾ ഇവർക്ക് സുഖമായിട്ട് കണ്ടടിച്ച് പോരാൻ പറ്റുമല്ലോ. മഡ്ഗാർഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എവിടെ ഒരു തുണ്ട് ചെടി പോലും ഇരിക്കില്ലയാണ് ഇങ്ങനെ പൊക്കി വെച്ചടിക്കുമ്പോൾ. മറ്റത് അങ്ങനെയല്ല, നമ്മളൊരു ഉദ്ദേശം കണ്ടുള്ള അടിയല്ലേ. അപ്പോൾ അത് കാരണം ക്ലിയർ ആവാനുള്ള ചാൻസ് കുറവാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ക്ലിയർ ആവുക. അപ്പോൾ എപ്പോഴും വണ്ടി കഴുകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് അടിക്കുന്ന സ്ഥലത്ത് കൊടുക്കാൻ നല്ലത് കേട്ടോ. നമ്മുടെ ബോഡിയിലൊക്കെ അടിച്ചു തുടങ്ങി ഡീസൽ സാധനങ്ങൾ ഇത് അടിക്കുമ്പോൾ തന്നെ കണ്ടോ വ്യത്യാസം. ആ സിമെൻറ്റിൻ്റെ ഇതങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഡീസൽ നന്നായിട്ട് കയറി അത് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ഒലിച്ചങ്ങോട്ട് പോകുള്ളൂ. കണ്ടില്ലേ ആ പ്രഷറിൽ അങ്ങോട്ട് കുറേ തെറിച്ച് പോകുന്നുണ്ട് സംഭവം. അതിന് വ്യത്യാസമുണ്ട്. എന്തായാലും സാധനം അതിനുള്ള അടിക്കാനുള്ള പവർ കാണുന്നുണ്ട്. കളയാൻ പറ്റുന്നിടത്തോളം കളഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിന് മുകളിൽ പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ മാക്സിമം അടിപൊളിയാക്കി തരാമെന്നാണ് പറഞ്ഞേക്കണം. പിന്നെ ഇതിന് മുന്നേ നമ്മുടെ 2 വണ്ടി ഇവിടെ സർവീസ് ചെയ്ത് ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിലും സർവീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് സർവീസ് ചെയ്തപ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ല സന്തോഷമായിരുന്നു. കാരണം പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങനെ സർവീസ് ചെയ്ത് തരണം. ഇത് സൂപ്പർ സർവീസിങ് ആയിരുന്നു പുള്ളിയുടെ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെളിയോ അഴുക്കോ ഒന്നുമില്ല. പെയിൻറ്റ് പൊളിഞ്ഞ് നിൽക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടി അടിപൊളിയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യം ഇവിടെ ചെയ്തപ്പോൾ സൂപ്പറായതുകൊണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5-6 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സ്റ്റേഷനുകൾ വേറെ ഉണ്ട്. എന്നിട്ടൊക്കെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അകലം വഴിക്കായിട്ടും ഇവിടെ തന്നെ വന്നിട്ട് ചെയ്തതിൻ്റെ കാരണം എന്താ പറയുക നമുക്ക് അത്ര തൃപ്തിയുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ളെന്തായാലും ഫുള്ളും പുറമൊക്കെ ഇതേപോലെ തന്നെ ഡീസൽ മൊത്തം ഇട്ട് ഒന്ന് വെടുപ്പാക്കിയിട്ട് എടുക്കട്ടെ.
ഇപ്പം ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലേ നല്ല വ്യത്യാസമായിട്ടോ. അപ്പോൾ തന്നെ കഴുകിയ പോലത്തെ ഫീലായി. ഇപ്പം എന്തായാലും മൊത്തത്തിൽ ക്ലിയറാക്കി കഴിയുമ്പോൾ അടിപൊളിയാവും. ഫുൾ പരിപാടി കഴിയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഫുള്ള് മാറി മാറി അടിക്കുകയാണ്. മൊത്തത്തിൽ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഫുൾ അഴുക്കുകൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചേസുമ്പിലൊന്നും വലിയ കാര്യമായിട്ട് ഇത് അടിച്ചിട്ടില്ല. കാരണം അവിടെ ഒന്നും വലിയ അഴുക്കുകളോ കട്ടച്ചെളികളോ ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് മെയിനായിട്ട് ഈ സാധനം അടിക്കേണ്ടത്. ഇപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കെമിക്കലിൻ്റെ കുത്തെന്ന് പറഞ്ഞാൽ ജാതി കുത്താണ്. കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഡീസൽ, സോപ്പ് പൊടി, പിന്നെ എന്നിട്ട് കാരം, അങ്ങനെ എല്ലാ കുറേ സാധനങ്ങളും ചെളി പോകാനുള്ള കട്ട സാധനങ്ങൾ മൊത്തം ഇട്ടിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണോ എല്ലാ സ്ഥലത്തും ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്തായാലും പെയിൻറ്റ് പൊളിഞ്ഞ് പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആവുന്നത് ഈ സാധനം ഇട്ടിട്ടാണ്. അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ആ സാധനം ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് ക്ലിയർ ആവേണ്ട സംഭവം. അപ്പോൾ ചേട്ടപ്പോൾ ഓരോ കുപ്പിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഫുള്ള് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം അടിവശം എല്ലാത്തിൻ്റെ അടിയിലും മുകളിലും ഒക്കെ അടിച്ച് ഇനി ഡീസൽ അടിച്ച് പോകാനുള്ള സംഭവങ്ങൾ മുഴുവൻ കളയണം. അത് തന്നെയാണ് പരിപാടി. നമ്മുടെ നിലവിൽ ഫുള്ള് ഡീസൽ അടിച്ച് കഴിഞ്ഞു. ഇനി ഡീസൽ അടിച്ച് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ വെക്കുമെന്ന് തോന്നുന്നുണ്ട്. ചേട്ടാ, ഇത് നമ്മളെ ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് എത്ര സമയം ഇങ്ങനെ ഇടണം? ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് സാധാരണഗതിക്ക് അധികം സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് ഡീസൽ കഴിഞ്ഞിട്ട് പിന്നെ ഇനി വെള്ളമാണ് അടിക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് സോപ്പ് അല്ലേ? അപ്പം 3 പ്രൊസീജിയറാണ് കേട്ടോ ചെയ്യുക. സാധാരണ നമ്മുടെ ഡീസലിട്ട് കഴിഞ്ഞ് ഫസ്റ്റ് പ്രാവശ്യം ഡീസലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അടിച്ചിട്ട് ഫുള്ള് അങ്ങോട്ട് കളയും. എന്നിട്ട് ഇനി എവിടെയെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസിൽ ചെറുതായിട്ട് ഡീസലിടും. ഇല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ സോപ്പ് ഇട്ടിട്ട് കഴുകും. കാരണം ഇത്ര വലിയ വണ്ടിയായി തന്നെ ഫുള്ള് എല്ലാ സ്ഥലവും കയ്യെത്തി വരണ്ട, നോക്കി വരണ്ട. ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കയ്യെത്താതെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയില്ലാത്തതുകൊണ്ട് തന്നെ ടൈം എടുത്ത് മെല്ലെ ഇപ്പോൾ ഡീസൽ ഫുൾ അടിച്ചിട്ടു. ഇനി നോക്കിയതിന് ശേഷം ഇനി ചിലപ്പോൾ ആവാത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ആക്കും കേട്ടോ. നിലവിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല. പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നതിന് ശേഷം എന്താ പറയുക, ഗുളിക കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വെച്ച് ചെയ്യട്ടെ, നമുക്കിനി പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വടക്കാഞ്ചേരിയിൽ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ട് ഈ വഴിക്ക് പോയിട്ടാണ് കേട്ടോ, പാർലിക്കാട്. അപ്പോൾ നമ്മളിത് ഇവിടെ ചെറിയ ചായക്കടയിലേക്കാണ് ചായ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ചായ കുടിച്ചിട്ട് വേണം അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട്. അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ കൈയിടാൻ പറഞ്ഞു. ദോശ പറഞ്ഞു, എനിക്ക് ദോശയുടെ പൈസ കൊടുത്താൽ മതിയോ? ലോക തല്ലിപ്പൊളി നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും തല്ലിപ്പൊളി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയില്ലേ. ഒരു വസ്തുവിന് ഉള്ളില്ലാത്ത നെയ് റോസ്റ്റ് ഗൈസ്. നെയ് റോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ നെയ്യ് ഉണ്ടാവണ്ടേ? നെയ്യും ഇല്ല, ഒരു കൂടുതലില്ലാത്ത ദോശ. നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചിട്ട് എന്താ പറയുക, ഇന്നാ വരെ നമ്മളങ്ങനെ കുറ്റം എന്ന് പറയല്ല. പക്ഷെ ഇത് തല്ലിപ്പൊളി. ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു, ദോശ എന്ന് പറഞ്ഞു. ഇത് എന്തെങ്കിലും നല്ലൊരു ദോശ വേണം. കാഴ്ചയിൽ മാത്രം ദോശയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു ജാതി പൊട്ട ടേസ്റ്റും അതുപോലെ തന്നെ നെയ്യിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. ആകെ തല്ലിപ്പൊളി. ഞാൻ അവളോട് പറഞ്ഞിട്ട് പോകുന്നു. എന്തായാലും കഴിച്ചു, വേറെ രക്ഷയൊന്നും ഇല്ല. എന്തായാലും ഗുളികയും കഴിച്ചു. ആ പരിപാടിയും കഴിഞ്ഞ് ഇനി നേരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഇത്ര സെറ്റപ്പ് അക്ഷയ കേന്ദ്രം ഇല്ല കേട്ടോ. ഇതുകൊണ്ടാ അക്ഷയ കേന്ദ്രം നല്ല അടിപൊളി സെറ്റപ്പ് അക്ഷയ കേന്ദ്രം. ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യണ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് ഫുള്ള് ആൾക്കാരുകൾ ഇരുന്ന് പടപടയെന്ന് വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് വിടും. നമ്മുടെ അവിടെയൊക്കെ ഒരു അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം. ഇതിപ്പോൾ ടാക്സ് അടയ്ക്കാൻ വന്ന് 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പോകേണ്ടതാണ്. ദൂരം ആൾക്കാരെ നോക്കി. അതുപോലെ ഇഷ്ടം പോലെ കൗണ്ടറുകളും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പാണ്. അതിപ്പോൾ ടാക്സ് അടയ്ക്കാൻ കൊടുത്തു പടയം വരുന്ന സാധനം ഒക്കെ സെറ്റാക്കി. മറ്റുള്ള വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം കഴിയുമെന്നൊക്കെ പറയുന്നത് അതൊന്നുമില്ല. ഇത് തുടങ്ങിയപ്പോൾ തോന്നുന്നു കണ്ടിട്ട് കണ്ടോ, ഒരു പുതിയൊരു ബിൽഡിംഗ് സെറ്റപ്പൊക്കെയാണ്. ഇനി പഴയത് ഉണ്ടായിരുന്നിട്ട് ഇനിയിപ്പോൾ മാറ്റിയിട്ടുള്ളതാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞ് നിർത്തുന്നില്ല. നമ്മൾ വീണ്ടും തിരിച്ച് ഇങ്ങടേക്കാണ് എത്തിയിട്ടോ. നമ്മളുടെ വണ്ടിയിലപ്പോൾ വെള്ളം അടിച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ കുറേ പൊടിയായിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ഇവർ വെള്ളം അടിച്ച് വെറുതെ വിടുള്ളൂ. അപ്പോൾ മാറ്റിൻ്റെ അടിയിൽ കിടക്കുന്ന മാറ്റൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ നെറ്റ് ബോൾട്ടാണ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉള്ളിനൊക്കെ ഉള്ള ഫുള്ള് പൊടികളും കാര്യങ്ങളും ഇത് കണ്ടില്ലേ, കുറേ അടിച്ച് വാരി ഉള്ളിൽ മാറ്റിൻ്റെ അടിയിൽ കിടന്ന് കാണില്ല. അപ്പോൾ മാറ്റൊക്കെ പൊക്കി ആ സാധനമൊക്കെ മെല്ലെ അടിച്ച് വാരി എടുത്തു കിട്ടാം. അപ്പോൾ ഒരുവിധം ക്ലിയർ ആയി. ആ ഡ്രൈവർ സൈഡിൽ പക്ഷേ നമുക്ക് പൊക്കാൻ പറ്റില്ല. അത് പൊക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നെറ്റ് ബോൾട്ട് മുഴുവൻ സീറ്റ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന സമയത്ത് അത് മൊത്തം പൂരി എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാണ്ട് രക്ഷയില്ല. അപ്പം സീറ്റ് എന്തായാലും അടിക്കാൻ കൊടുക്കണം. അപ്പോൾ സീറ്റ് അടിക്കാൻ കൊടുക്കുന്ന സമയത്ത് അത് ഊർന്ന ബ്രഷ് കൊണ്ടായാലും അടിവശം നമുക്ക് തുരുമ്പെടുക്കാണ്ടിരുന്നാൽ പറയാം. മാറ്റ് ഇടുന്നതാണ് കാണില്ലല്ലോ. അപ്പോൾ ബ്രഷ് കൊണ്ടായാലും അടിക്കാം. അപ്പോൾ ആ സമയത്ത് കഴുകി വൃത്തിയാക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ സീറ്റ് ഊരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അല്ലെങ്കിൽ ഒരു പ്രത്യേക സൈസ് ഫ്ലവറും ഇതൊക്കെയാണ്, അല്ലാണ്ട് നെറ്റ് ബോൾട്ടൊന്നുമല്ല. അപ്പോൾ നമുക്കത് ഇത് ചെയ്യാനും പറ്റില്ല. എന്താ പറയുക, ഊരിയെടുക്കാനും പറ്റില്ല. നെറ്റ് ബോൾട്ടാണെങ്കിൽ ആ 10 സ്പാനർ ഇറങ്ങി നോക്കി എടുത്ത് നമുക്ക് ഇത് ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യാൻ ആ പരിപാടി പറ്റാണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾവശത്ത് കാണുന്ന സ്ഥലത്ത് മുഴുവൻ അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ സീറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ള്
സംഭവങ്ങൾ ക്ലീൻ ചെയ്ത് എടുത്ത് ക്ലിയർ ആക്കും കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഭാരത് ബെൻസ് സർവീസിനാണോ എന്തിനോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ചെറുതായിട്ട് തട്ടിയിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു കണ്ടു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണോ സർവീസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണോ എന്നറിയില്ല. പക്ഷേ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വയർ പോയിക്കണുണ്ടോ. ഈ വയർ പോയിക്കണ അതിൻ്റെ വയറമ ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയേക്കാണ്. ഇപ്പോൾ നോക്കാണ്ടത് ആ ലൈൻ്റെ ഒക്കെ ഉണ്ടോ അടുത്തകരെയാണ് അത് പോയിക്കണം. അപ്പോൾ ഇത്ര ഹൈറ്റ് കൂടിയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചില്ലെങ്കിൽ നമ്മളുടെ ഒപ്പം വണ്ടി ഓടിച്ച് പോരേൻ്റെ ഒപ്പം തന്നെ ഇല്ലേ മരത്തിൻ്റെ കൊമ്പുകൾ അതേപോലെ ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ പോയി. വലിയൊരു ക്യാബിൻ ഹൈറ്റ് ഉണ്ട് ഇത്രയാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ള പെട്ടി ഹൈറ്റ് അത്ര കൂടുതലാണ്. അപ്പോൾ അത് നോക്കി വേണം ഓടിക്കാൻ. വലിയ കണ്ടെയ്നർ സാധനം പോലെ സംഭവം കേട്ടോ. സംഭവം 6 വീലുള്ളൂ. ഇതിപ്പോൾ ഒക്കെ എത്ര ടെന്നിൻ്റെ ആണെന്നൊന്നും അറിയില്ല കേട്ടോ. കണ്ടു വണ്ടിയുടെ നീളം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ ഏറെക്കുറെ നീളമൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ നോക്കി സൈഡിൽ ഒരു സേഫ്റ്റി ഗാർഡ് ആൾക്കാർ അടിക്കടി നിന്ന് പോകാണ്ടിരിക്കും. ഇതിൻ്റെ അടിക്കലൊക്കെ നടക്കാനുള്ള അത്ര ഗ്യാപ്പാട്ടോ. നോക്കി നമ്മുടെ വണ്ടിയെക്കാളും ഹൈറ്റ് കൂടുതലത്. അത് എന്താണോ ഇങ്ങനെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് അടുക്കള സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. അത് ടൂൾ ബോക്സോ എന്താണെന്നുള്ളത് അറിയില്ല. ഈ സൈഡ് ഇത് പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അപ്പോൾ പണിതാണോ ശരിയാക്കി കൊണ്ടുവരണതാണോ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല നിലവിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള വണ്ടികളും കുറേ വണ്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടി സർവീസിങ് നടന്നു കഴിഞ്ഞാൽ രക്ഷയുള്ളൂ. ഒരെണ്ണം മാത്രം നമ്മൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് ഇത് വൈകുന്നേരമായിട്ടാണ് തരുള്ളൂ. കാരണം ബാക്കി ഇടയ്ക്ക് വരുന്ന വണ്ടികളൊക്കെ ചെയ്ത് വിടും. നമ്മൾ മെല്ലെ മെല്ലെയാണ് ചെയ്യുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചെയ്താൽ മതി പറയുകയും ചെയ്തു. അപ്പോൾ അവർ ഗ്യാപ്പിൽ കുറച്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഭാരത് ബെൻസ് പുതിയ വണ്ടി. ഇത് എന്തിൻ്റെ ഓട്ടത്തിൻ്റെ വണ്ടിയാണെന്നുള്ളത് അറിയില്ല കേട്ടോ നിലവിൽ. ഇത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് ഒരു സ്കൂട്ടർ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു മാരുതി ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇവിടെ 2 ബൈക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെല്ലെ ഈ ഗ്യാപ്പിൽ ചെയ്ത് വിടുകയും വേണം അവർക്ക്. ഇത് ഈ കണ്ടു ഈ വണ്ടിയുടെ ഈ സൈഡ് എവിടെയോ ചെറുതായിട്ട് തട്ടിയിട്ടുള്ളതാണ് കേട്ടോ. തട്ടിയിട്ട് ഇപ്പോൾ സർവീസ് ചെയ്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ തട്ടുണ്ട് ആ ഭാഗത്ത്. നമ്മളുടെ ആണെങ്കിൽ എന്താ പറയുക സർവീസ് ചെയ്ത് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ എവിടെയെങ്കിലും ഇനി തുരുമ്പിൻ്റെ വല്ല ഓട്ടകൾ വരാനുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കണ്ട് ഫുൾ. അപ്പോൾ നമ്മൾ കൂടെ നിന്നാലേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടു സെന്ന് പോലെ ഇരിക്കുന്ന ഒരു വണ്ടി സർവീസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഏതാണെന്നുള്ളത് പിടി കിട്ടുമോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഏതാ വണ്ടി എന്നുള്ളത്? ഇതിൻ്റെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല ഇത് എന്താ ബ്രാൻഡ് എന്നുള്ളത്. പക്ഷേ എനിക്കിതറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഇവിടെ കിടക്കണം കണ്ട സമയത്ത് ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് എംബ്ലം കണ്ടു. അങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അല്ലാണ്ട് പഴയ കാലത്തെ വണ്ടിയാണ്, കുറേ പഴക്കമുണ്ട്, ഡീസൽ വണ്ടിയാണ്. അതുകൊണ്ട് അപ്പോൾ ഇതറിയാവുന്നൊരു കമൻറ്റ് ചെയ്തോളോ ഏതാണ് വണ്ടി എന്നുള്ളത് കേട്ടോ. ഇല്ല പോരെ ആ മതി. എൻ്റെ ഫ്രണ്ടേജും കാണിച്ചു തരാം. ഫ്രണ്ടേജും കൂടി കാണിച്ചു തരാം. ഫ്രണ്ടേജ് കൂടി കണ്ടിട്ട് ഇതൊക്കെ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി മൊത്തം. എന്താ ഗ്രില്ലൊക്കെ പുതിയത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെന്ന് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. സെന്ന് പോലെയാണ് ഇരിക്കുന്നത് വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്തോളോ പറയാം ഏതാണ് വണ്ടി എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറയാം ഏതാണ് വണ്ടി എന്നുള്ളത്. ചിലപ്പോൾ അറിയായിരിക്കട്ടെ, എല്ലാവർക്കും അറിയാൻ അറിയില്ലാത്തില്ലായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പിടി കിട്ടി. ഉള്ളിൽ സ്റ്റിയറിങ്ങിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ മകുടം അതും അടിച്ചിട്ടുണ്ട് ഇന്ന വണ്ടി എന്നുള്ളത്. വേറെ ഒരു സ്ഥലത്ത് എമ്പളൊന്നുമില്ല. കുറേ പഴക്കമുണ്ട് കേട്ടോ. പ്രൊജക്റ്റ് ലൈറ്റും സാധനങ്ങളൊക്കെ കിട്ടിയതുണ്ട്. ബമ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറേ ഓൾട്രേഷൻ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പഴയ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുള്ള എന്തായാലും വണ്ടി. ഇത് നമ്മുടെ വണ്ടി ഹൈറ്റ് കുറവായാലും കുഴപ്പമില്ല. അതിന് അത്ര ഹൈറ്റുള്ള പെട്ടിയായാലും ശേഷമൊന്നുമില്ല. പറഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കിടക്കുക നല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം ബാക്കിറങ്ങി പോയ വണ്ടി വീണ്ടും ഫ്രണ്ട് കയറി വന്നു. ഇതൊന്നും ഓടിച്ച് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണേ അയ്യോ വണ്ടി മാറ്റി കൊടുക്കണം. ഇല്ല അതുകൊണ്ടല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ച് കിട്ടണ്ടേ, തിരിഞ്ഞ് കിട്ടണ്ടേ. ഇത് എങ്ങനെ ഇട്ട് തിരിക്കുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ തിരിഞ്ഞു കിട്ടും അതിനിവിടെ. ഇത് തിരിയില്ലല്ലോ ചേട്ടാ. കാറ് മാറ്റാ മാറ്റി വരാം. ആ ഡാവിനെ ഓടിക്കാൻ അറിയാട്ടാ. ആള് സുഖമായിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് തിരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇത് എങ്ങനെ തിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 6 വീല് തിരിക്കാൻ നീളം കൂടിയാലും കുറച്ച് സുഖമെന്ന് കൊണ്ടിട്ട് എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര ഒറ്റയടിക്ക് ഇങ്ങനെ കിട്ടും. നമ്മളുടെ വണ്ടിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംഭവത്തിൽ ഒടിഞ്ഞ് കിട്ടുമെന്ന് കേട്ടോ. അതിനി ഞങ്ങൾക്ക് ഓടിക്കാനറിയാത്തതുകൊണ്ടാണോ കിട്ടാത്തത് എന്നുള്ള വിവരം അറിയില്ല. ചിലപ്പോൾ വീലെണ്ണം കൂടുതൽ ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും മെല്ലെ നമ്മളും ഇങ്ങനെയൊക്കെ തിരിച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ഇത് സിമ്പിളായിട്ട് ഇവിടെ കയറ്റിയിട്ടു. ഞാൻ വിചാരിച്ച് തിരിഞ്ഞ് കിട്ടില്ല എന്നാൽ ഇത്രയുള്ള ഗ്യാപ്പിൽ ഒടിഞ്ഞ് കിട്ടി. ഇവിടെ ഈ വണ്ടികളുടെയൊക്കെ ഇലക്ട്രീഷ്യൻ പണി
അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണ സ്ഥലമാണ് കേട്ടോ. ഇലക്ട്രിഷ്യൻ പണിയുണ്ട്, പിന്നെ എന്നിട്ട് മെക്കാനിക്കൽ അല്ലറ ചില്ലറ പണികൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യേണ്ട അതിനുള്ള വണ്ടികളൊക്കെ കിടക്കുന്നത്. അവിടെ ഗ്രേ കളർ അടിച്ചിട്ട് ടിപ്പർ കിടക്കണുണ്ട. പിന്നെ ഒരു ട്രാവലർ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ട്രാവലർ അടിപൊളിയായിട്ട് പണിത് സൂപ്പറാക്കണ്ടായിരുന്നു. ഇത് ജോസിൽ പണിതിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ജോസിൻ്റെ എംബ്ലൊക്കെ ഉണ്ട് ഇവിടെ കിടക്കേണ്ട. ഇലക്ട്രിക്കൽ പണികൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതെന്ന് ആംബുലൻസാണ്. ഇത് ആംബുലൻസാണ് ഉണ്ടല്ലേ. ഇത് ആംബുലൻസാണ് ഗൈസ്. എല്ലാം ഒരേ കളറായെന്ന് അറിയില്ല. ഇത് ആംബുലൻസാണ്. പിന്നെ അതാണ് ബ്ലാക്ക് വണ്ടി. അതെന്താ ചെയ്യാൻ വേണ്ടി കിടക്കണതാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഇങ്ങനത്തെ ചേതക്ക് പോലത്തെ ഇങ്ങനെയുള്ള വണ്ടികളിൽ വെസ്പ, പഴയ കാലത്ത് ചേതക്ക് വെസ്പ എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങണില്ല കേട്ടോ. ടിവിയുടെ ആദ്യ കാലത്ത് ഈ വണ്ടി സ്കൂട്ടർ എന്ന് പറഞ്ഞ സ്കൂട്ടറുള്ള ആൾ രാജാവായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ സ്കൂട്ടർ ഇല്ലാണ്ട് നമ്മുടെ അതില്ലേ ഇതിൻ്റെ ഫുള്ള് സംഭവങ്ങളൊക്കെ അഴിച്ച് വെച്ച് എല്ലാം പീസാക്കിയിട്ടാണ് കേട്ടോ സർവീസ് ചെയ്യണത്. ബോഡി ഒരു റൗണ്ട് വെള്ളം അടിച്ചു കേട്ടോ. പക്ഷേ ഫുള്ളായിട്ടൊന്നും മറ്റേ സിമെൻറ്റിൻ്റെ ഇതൊന്നും പോയിട്ടില്ല. കുറേയൊക്കെ പോയി സംഭവം. പക്ഷേ ഇനിയിപ്പോൾ രണ്ടാമത് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്നാൽ കൂടിയും ഒരുവിധം അടിക്കുമ്പോൾ പോകണമെന്നൊക്കെ കളയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അടിച്ചിട്ട് കളയുന്നുണ്ട് എല്ലാം. അപ്പോൾ അത് നോക്കട്ടെ രണ്ടാം പ്രാവശ്യം ചെയ്യുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. നോക്കി നോക്കാം നമുക്ക്. കാരണം ഒരാൾ ഇവിടെ സൈഡ് ബോഡിയും അടിക്കുന്നുണ്ട്, ഒരാൾ അടിയിൽ അണ്ടർ ബോഡി മൊത്തം റാമ്പിൻ്റെ അടിയിൽ ഇറങ്ങി നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും നിന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ പോവാത്തത് രണ്ടാമത് അടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നോക്കി നോക്കാം. ഗായ്സ്, ഈ വണ്ടി നമുക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയോട്ടോ എന്നുള്ള എംബ്ലം കണ്ടിട്ടാണ് കേട്ടോ. സീറ്റുമ്മലും ഉണ്ട്, അതുപോലെ സീറ്റുമ്പോൾ പിന്നെ അടിച്ചിട്ടുള്ളതാവും കവറ്. പക്ഷേ ഈ സ്റ്റിയറിങ് ഒറിജിനലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റിയറിങ്ങുമ്പോൾ മാത്രം കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഗിയറൊക്കെ നോക്കി പഴയ കാലത്തെ വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ കമ്പനി സിസ്റ്റം തോന്നുന്നു കണ്ടിട്ട്. അന്നത്തെ കാലത്ത് സെറ്റൊക്കെ ഊരി കളയാണ്ട് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നണേ കണ്ടിട്ട് അറിയില്ല. പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് കാലം മുതലേ ഈ ഓട്ടോമാറ്റിക്കിന് ക്ലച്ചും ബ്രേക്കും മാത്രം. അന്ന് കാലത്തൊക്കെ ഇത് കണ്ടെങ്കിൽ അത്ഭുതമായേനെ. എത്ര വർഷം ഇതൊക്കെ എത്ര പഴക്കളാവും എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ റീ രജിസ്ട്രേഷൻ ആയിരിക്കും. റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കും. ഈ ഭാരത് ബെൻസ് വണ്ടി എന്തിൻ്റെ എന്നുള്ളത് ചോദിച്ചു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീവറേജ് കോർപ്പറേഷനിൽ ബീവറേജിലെ മറ്റേ നമ്മുടെ മദ്യമൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ കെട്ടി സേഫ്റ്റി ആക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും തട്ടുമുട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മദ്യം ആൾക്കാർ എടുത്ത് ഓർഡർ കണ്ടിട്ടില്ലേ. ആ സാധനം മുഴുവൻ ആൾക്കാർ കൊണ്ടുപോകും. വണ്ടിക്ക് വല്ല തട്ടുമുട്ട അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ സേഫ്റ്റിയാണ്. ഈ സാധനം ലോക്ക് ചെയ്ത് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്യും. പിന്നെ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് എങ്ങനെയാകുമ്പോൾ അത് പക്ഷേ എന്നാലും അവർക്ക് കുഴപ്പമില്ല. കാരണം കയറ്റുന്ന ലോഡ് കുറവാണ്. കുപ്പിയായ കാരണം അങ്ങനത്തെ വെയിറ്റ് ലോഡല്ല. അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. അതാണ് ഇങ്ങനത്തെ ബോഡി കെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ചേട്ടൻ വന്നപ്പോൾ ചോദിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഓരോന്നും കൂടി ഇരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണ്ടേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ എന്തായാലും ഈ സൈഡിൽ നിന്ന് കഴുകി വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെ അടി മോളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ആവാത്തുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ആക്കില്ല എന്നുള്ളത് നോക്കുകയും ചെയ്യാം. പഴയ കാലത്തെ സ്കൂട്ടറിൻ്റെ സ്റ്റെപ്പിന് ഇരിക്കുന്നുണ്ടോ ഇവിടെയാണ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പിന് ഇരിക്കുന്നത് കാണില്ല. പിന്നെ വന്നപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആദ്യം ഇവിടെ സ്റ്റെപ്പിനായിരുന്നു തോന്നുന്നു. പിന്നെ അല്ലേ നിങ്ങൾ പറ്റിയ ആദ്യം സ്റ്റെപ്പിന് ഇവിടെ ഇല്ലായിരുന്നോ? ആദ്യം മുതലേ ഈ വണ്ടികളുടെ ഇവിടെ തന്നെയാണ്. ഇത് LML വെസ്പ അല്ലേ, ചേതക്കിൻ്റെ അതുകൊണ്ട് പുറകിൽ. അപ്പോൾ ഓരോ വണ്ടികളിലും ഓരോ ടൈപ്പിലായിരുന്നു. നമ്മുടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മഞ്ഞ കളറൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടാ വണ്ടിയുടെ. എന്താ മറ്റേ സിമെൻറ്റിൻ്റെ കളർ തന്നെയായിരുന്നു. പലയിടത്തും ഇപ്പോഴും സിമെൻറ്റിൻ്റെ കളർ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പോവാത്തോടത്തൊക്കെ ഗ്രൈൻ ചെയ്ത് കളയേണ്ടി വരും, അറിയില്ല. എന്തായാലും പോണോടത്തോളം പോട്ടെ, ചെയ്ത് വൃത്തിയൊക്കെ തന്നെ. രണ്ടാമത് സോപ്പ് ഇട്ട് തുടങ്ങിയിട്ടാണ് നമ്മളുടെ മറ്റേ ഡീസലിടുക. അതുപോലെ തന്നെ ഇത് മറ്റേ കെമിക്കൽ അടിച്ചതൊക്കെ ഫുള്ള് രണ്ടാമത് സോപ്പ് ഇട്ട് തുടങ്ങി. നമ്മുടെ കെമിക്കൽ അടിച്ചതും അതുപോലെ ഡീസൽ അടിച്ചതൊക്കെ കൂടി വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സോപ്പിട്ട് ഓരോ ഭാഗം ഇപ്പോൾ നമ്മുടെ തുണി എടുത്ത് ഒരച്ച് ഒന്ന് ക്ലിയർ ആക്കി വന്നിട്ട്. അപ്പോൾ സോപ്പ് ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി കളർ വരും. കളർ വരാനുള്ളതൊക്കെ ഈ സോപ്പ് ഇടുന്നതോട് കൂടിയിട്ട് വരും. അപ്പോൾ ചേട്ടൻ ഫുള്ള് ഈ ബോഡി സൈഡിൽ നിന്ന് മുഴുവൻ സോപ്പിട്ട് പോവുക. ഒരു ബക്കറ്റിൽ സോപ്പ് കൊണ്ടുവന്ന് വെച്ച് അത് മുഴുവൻ ഒരു നമ്മുടെ പായില്ലേ, അങ്ങനത്തെ വലിയ പായ, തുണിയൊന്നുമല്ല, വലിയ പായിട്ടിട്ട് ഒരച്ച് എല്ലാം അങ്ങേറ്റം വരെ ക്ലീൻ ചെയ്യണ്ടേ. അതും അങ്ങനെ എന്താ പറയുക, ഒരേപോലെ ഇരിക്കണമെന്നല്ല, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വളമൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. സംഭവം വെള്ളം അടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ ഒരച്ചുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് നല്ല ഈ സൈഡ് ഈ ചേട്ടൻ ചെയ്യുന്നു, അപ്പുറത്തെ സൈഡ് മറ്റു ചേട്ടൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഒരാളപ്പുറത്തും പണിയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കില്ല. ഞാനിവിടെ ഒരു തണലുള്ള കാരണേ
ഇവിടെ ഇരിക്കുക. അവിടെയൊക്കെ നല്ല വെയില. അപ്പോൾ അത് കാരണം ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരുന്ന് കാണുക. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒറ്റയടിക്ക് സ്ഥലമാണെങ്കിൽ ഇവരിടയ്ക്കിടയ്ക്ക് ഇവിടെ മറ്റേ വണ്ടികൾ കഴുകാൻ വേണ്ടിയിട്ട് ഓരോ കെമിക്കൽ അടിക്കുന്ന സമയത്ത് ഡീസൽ അടിക്കുന്ന സമയത്തില്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൂക്കിലേക്ക് സാധനം കിട്ടിയിട്ട് കാറ് കയറി പോണക്കി ഉണ്ട്. അടിക്ക് ക്ലീനായിട്ട് അടിക്കണം. ഇങ്ങനെ പൊക്കി നിർത്തുക. എന്നിട്ട് അടിയിൽ അടിച്ച് കഴിയുമ്പോൾ താഴത്തേക്ക് വെക്കുക. സുഖമായിട്ട് അടിവശം മൊത്തം കണ്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. അതേപോലെ എല്ലാ വണ്ടിയും അവർ അങ്ങനെ ചെയ്യണം. മസ്ത വരെ ഇങ്ങനെ ഇതിനകത്ത് കയറ്റിയിട്ട് ചെയ്യും. അതുപോലെ തന്നെ മസ്ത ഇതിനകത്ത് ചെയ്യില്ല. മസ്തയുടെ തൊട്ട് താഴെയുള്ള സൈസ് വണ്ടികൾ വരെ ഇതിനകത്ത് പൊക്കിയിട്ട് ചെയ്യും. അല്ലാത്ത വണ്ടികൾ ആ റാമ്പിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയിട്ട് ചെയ്യും. ഈ വണ്ടിയുടെ തൊട്ട് താഴെ മസ്ത വരെയുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇവർ അടിയിൽ പെയിൻറ്റ് വരെ അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. പെയിൻറ്റ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിക്കുന്നതിനുള്ള ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി ചെയ്തു തരും. സാധാരണ സ്ഥലത്തൊന്നും അങ്ങനെ ചെയ്യില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇവർ അങ്ങനെ ചെയ്തു തരും. ഇത്ര വലിയ വണ്ടി ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവില്ല, ഇത്ര വലുതല്ലേ, അടിച്ചെത്തില്ല, അത് തന്നെയല്ല സമയം കണ്ടമാണ് എടുക്കുക. അപ്പോൾ അത് നിങ്ങൾ പെയിൻറ്റ് അടിക്കുമ്പോൾ പുറത്ത് കൊണ്ടുപോയി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചൊന്നും ആയിക്കോട്ടെ. സംഭവം ഇതിൽ നിന്ന് അടിച്ചാലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അടിവശം ആവാത്തത്. മറ്റത് നമ്മൾ വർഷോപ്പിൽ കൊണ്ടിട്ട് അടിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും എങ്ങനെ പോയാലും ആവില്ല. കിടന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അടിവശത്ത് പല സ്ഥലത്തേക്ക് എത്താണ്ട് വരും. ഇതെന്ന് പറഞ്ഞാൽ ഗണ്ണിൽ സ്ട്രോങ് ആയിട്ട് പവർ ചെന്നിട്ട് ചെല്ലുന്നതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഷീറ്റിക്കും പെയിൻറ്റ് എത്തും. വൃത്തി കുറവായിരിക്കും, പക്ഷേ പെയിൻറ്റ് എല്ലാ ഭാഗത്തേക്കും തുരുമ്പെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്തും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ഇവിടെ ചെയ്താലത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ആ ഒരു സോപ്പിട്ട് ഓരോ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഇല്ല, ഇൻറ്റീരിയറൊക്കെ ഫുൾ അവർ ഈ പറഞ്ഞ കെമിക്കൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിലൊക്കെ കയറി നോക്കി. എന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് ലീഫ്, മറ്റേ സ്പാനറുകളല്ല വീറ്റ് സ്പാനർ, അതേപോലെ തന്നെ ജാക്കി ലീവർ, അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ പുറത്തിറക്കി വെച്ചു. കാരണം ഇനി ആ ഉള്ളിലത്തെ ബോക്സ് കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കഴുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് സോപ്പിട്ട് പോകണം. ഈ ചേട്ടൻ ഇവിടുന്ന് അത് വെള്ളം അടിച്ച് പോകും. സോപ്പിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവില്ല. അപ്പോൾ അത് തന്നെ ഇട്ടപ്പോൾ തന്നെ കൈയോടെ അടിക്കുകയാണ്. നല്ല വൃത്തിയായിട്ടാണ്. എനിക്ക് നല്ല കളറായി, അടിപൊളിയായി. ഇപ്പോൾ പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയായി. അത്ര അടിപൊളിയായി. നല്ല ഇറങ്ങി വരുന്നുണ്ടോ? ഇല്ല, അവിടെ നിർത്തി കുറച്ചിറക്കി. കറക്റ്റ് അളവിന് ടയർ കഴിയേണ്ട ഭാഗത്തിന് അങ്ങനെ പൊന്തിച്ച് നിർത്തി. പിന്നെ അടി കഴിയേണ്ട ഭാഗത്തിന് നന്നായിട്ട് പൊക്കി നിർത്തി. പിന്നെ ആവശ്യം അനുസരിച്ച് കുറച്ച് എന്നിട്ട് പൊക്കി നിർത്തുന്നത്. നമ്മളുടെ ഒരു റൗണ്ട് സോപ്പിട്ട് ഈ സൈഡ് ഫുള്ള് അടിച്ച് കഴിഞ്ഞു കേട്ടോ. കളറായി, നല്ല ക്ലീനായി. എന്തായാലും നമ്മുടെ അടിവശമൊക്കെ ഏറെക്കുറെ ഒരുവിധം അടിച്ച് പരിവാക്കിയിട്ടുണ്ട് കേട്ടോ. ക്ലീനായി എന്ന് പറയില്ലേ, പഴയ കമ്പനി പെയിൻറ്റ് തെളിയിപ്പിച്ചു നമ്മൾ അതേപോലെ അടിച്ച് ക്ലീനാക്കിയ മൊത്തം സ്ഥലങ്ങൾ. ഇനി അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മണലായിക്കൊണ്ട് വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറാണ് കേട്ടോ അല്ലെങ്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ചെളി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ചെളിയാണ്. അത് വാഷ് ചെയ്തെടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അത് കുറേ കൊല്ലങ്ങളായിട്ട് നിൽക്കുന്ന ചെളി മൊത്തം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ഫുള്ള് സാധനം കമ്പനി കണ്ടിട്ട് കഴുകിക്ക് നല്ല കളർ വരുത്താൻ പോകാം. കണ്ടോ, അടിക്കുമ്പോൾ തന്നെ കളർ വരുന്നുണ്ടോ. അപ്പോൾ നിലവിലെ ഒരു സോപ്പും ആ സാധനങ്ങളൊക്കെ ഇട്ട് ആദ്യം ഒന്ന് അടിച്ച് വെച്ചിട്ടുള്ള കാരണം ഇനി അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പോയി നല്ല പഴയ കളറിലേക്ക് വരുന്നുണ്ട്. അതിന് ഫുള്ള് അതേപോലെ തന്നെ ആക്കുന്നുണ്ട്. ഇൻറ്റീരിയറാണ് മെയിനായിട്ട്. ഇപ്പോൾ അടിച്ച് നല്ല ക്ലീനായിട്ട് അതേപോലെ മൊത്തം സ്ഥലങ്ങൾ അടിച്ചടിച്ച് വൃത്തിയാക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അടിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ ഉണങ്ങട്ടെ. അല്ലാണ്ട് നമ്മളിതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോഴേക്കും പൊടിയുടെ കടിയാണ്. അത് മൊത്തം അടിച്ച് കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഈ സാധനമൊക്കെ മൊത്തത്തിൽ അടിച്ചില്ലെങ്കിലേ ഫുള്ള് വൃത്തിയാക്കി എടുക്കലാണ് മെയിൻ കാര്യം. ഫുള്ള് നമുക്ക് അടിപൊളിയായി കഴിഞ്ഞാൽ നമ്മുടെ ഏത് വണ്ടി ആയാലും നമ്മൾ എപ്പോഴും ഉള്ളു ഭംഗിയായിട്ട് വെക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമ്മ കളർ വരുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. ഈ സിമെൻറ്റ് അതൊക്കെ ചെയ്തിട്ട് കഴുകാണ്ട് ഇടയ്ക്കിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് വണ്ടിയൊക്കെ ഇൻറ്റീരിയർ വാഷ് ചെയ്യണം. എന്നാലാണ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ എന്തായാലും ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്ത് വന്ന് ഇപ്പോൾ പുറത്തത്തെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നിന്നുള്ളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോയാൽ തന്നെ നമുക്ക് മൊത്തം കാണുമ്പോൾ ഒരു വെളുവായ പോലെയാവും. സംഭവം ചെറിയ മണമൊക്കെ ഉണ്ടാവും. ഇത് കുറേ നാൾ ശരിയാവണ വരെ. എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഉണങ്ങി കഴിഞ്ഞാൽ ക്ലിയർ ആവും. അല്ലാണ്ട് ചെളി വെച്ചിട്ട് ഈ പൊടി വെച്ചിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണം വരുമെന്ന് വെച്ചിട്ട് കഴുകാണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മൊത്തമായിട്ട് അടിച്ച് കലക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഈ പച്ചക്കറി ആവശ്യത്തിന് കഴുകി വരട്ടെ. കഴുകണത് എന്തായാലും പടയമുണ്ട്.
കച്ചവടം എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ട് കളറായിട്ട് അടിച്ച് കഴിയുമ്പോൾ ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് എന്തായാലും LED ബൾബിന് വെച്ചിട്ട് തീരുമാനമായി. അത് തന്നെ കത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലവിൽ അത് മുഴുവൻ പൊട്ടി കിടക്കണം. അതൊക്കെ മാറ്റണം. അപ്പോൾ പിന്നെ അത് പോയാലും കുഴപ്പമില്ല. നമുക്ക് ആ സാധനം എന്താ പറയുക LED ബൾബിന് വേണ്ടിയിട്ട് ഉള്ളിൽ കഴിയാട്ടി എടുത്തിട്ട് കാര്യമില്ല. 100 രൂപയുടെ കേസിൽ ഉള്ളിൽ വൃത്തിയായെങ്കിൽ പറഞ്ഞ പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഇതിലൊക്കെ നിറച്ചും പശയാണ് കണ്ട കൈ ഒട്ടണ. അതേപോലെ ഇതിൽ അതുപോലെ ഇതൊക്കെ പശയാണ്. ഇനി ഇതൊക്കെ ഡീസലിട്ടിട്ട് അവർ കഴുകി ക്ലിയർ ആക്കും. കാരണം അന്ന് വന്നപ്പോഴേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ സ്റ്റിക്കറൊക്കെ പൊളിക്കളഞ്ഞുണ്ടാകും. നിറച്ചും പശയാണ്. ഈ പശ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണ് കാണില്ല. അപ്പോൾ അതും ക്ലിയർ ആക്കണം. പിന്നെ ഗ്ലാസിൻ്റെ സൈഡുകളൊക്കെ അടിച്ച് വൃത്തിയാക്കും കേട്ടോ. പെർഫെക്റ്റ് ആക്കും. എല്ലാ ഭാഗം അടിപൊളിയാക്കട്ടെ. പിന്നെ ഇതിലൊക്കെ പെയിൻ്റൊക്കെ ചിലപ്പോൾ തെറിച്ച് പോകും അടിക്കുമ്പോൾ. എന്നാലും വേണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് അങ്ങോട്ട് അടിച്ചോളാൻ പറഞ്ഞു. നല്ല കാനത്തിൽ സിമെൻറ്റ് പണിക്ക് പോയ ആൾക്കാരുടെ സിമെൻറ്റ് ഇരിക്കാൻ പോലെയാണ് ഇരിക്കുന്നത്. പൂളില്ല പൂവെന്ന് തോന്നണില്ലേ ഇനി. നോക്കി നോക്കാം എന്തായാലും. ഈ ചേട്ടൻ്റെ അടുത്ത ചേട്ടൻ നമ്മുടെ ഇവിടെ സോപ്പിട്ട് പോകണ്ട. അപ്പുറത്തെ സൈഡ് മുഴുവൻ സോപ്പിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡാണ് സോപ്പിട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ സൈഡ് സോപ്പിട്ട് പോകേണ്ട ഒരു ചേട്ടനാണെങ്കിൽ 3 വർഷം ഫുള്ള് കഴുകണമുണ്ട്. അപ്പോൾ എന്തായാലും കഴുകി വൃത്തിയാക്കട്ടെ. കട്ട ചെളി വിളിച്ച് പോകണോണ്ടാ പുള്ളിക്കടെ അതെ മാറിക്കട്ടെ മേത്തയ്ക്കോ. ഇൻറ്റീരിയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി വൃത്തിയായിട്ട വണ്ടി. കാരണം ഇൻറ്റീരിയറാണ് ഏറ്റവും അധികം മോശമായിട്ട് ഈ വണ്ടിയുടെ നിന്നായിരുന്നത്. വണ്ടിയുടെ ഉള്ളിൽ പൊടിയും അതുപോലെ തന്നെ സീലിങ്ങിലെ മറ്റേ സിമെൻറ്റിൻ്റെ പൊടിയും ആകെയായിട്ടേ വണ്ടി കാണുമ്പോൾ തന്നെ ആകെ ഒരു വൃത്തികേടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അതേപോലെ സീറ്റിൽ തൊട്ടാൻ പറ്റില്ലായിരുന്നു. ഞാൻ തന്നെ എന്തോരം വേസ്റ്റ് വണ്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ പറയാം. അത്രയധികം വേസ്റ്റും സാധനങ്ങളായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഇതാവും. ഇത് സെൻസർ വണ്ടി അല്ല. 2013 മോഡൽ വണ്ടിയൊന്നും സെൻസർ വണ്ടി അല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ചെറിയ സെൻസറുകളേ ഉള്ളൂ, ഫുൾ സെൻസറുകളായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നമ്മൾ സർവീസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് വെള്ളമടിച്ച് സർവീസ് ചെയ്തോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അലക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റാർട്ടാവുക ഒരു വേറെ വല്ല പ്രശ്നം ഉണ്ടോ ലേറ്റ് എത്തുമെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നിലവിൽ ബോഡിയും സംഭവങ്ങളൊക്കെ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കണ്ടോ. സിമെൻറ്റൊന്നും പോയിട്ടില്ല. പിന്നെ ഈ സിമെൻറ്റൊക്കെ മറ്റേ നമ്മുടെ എന്താ പറയുക പുട്ടി ബ്ലേഡില്ലേ അത് വെച്ചിട്ട് കുത്തി കളഞ്ഞ് കുറേ ക്ലിയർ ആക്കിയായിരുന്നു. അപ്പുറത്തെ സൈഡൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സോപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ പുട്ടി ബ്ലേഡ് ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാത്ത സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട്, അല്ലാണ്ട് വലിയ രീതിയിലൊന്നും പോകണമെന്നില്ല. ഇപ്പോൾ ചെറിയ രീതിയിലുണ്ടെങ്കിൽ ക്ലിയർ ആക്കും. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇടുന്നേക്കാളും മുന്നേ തന്നെ എന്താ പറയുക സോപ്പ് ഇടുന്നേക്കാളും മുന്നേ മറ്റേ ആ കാരടിച്ച് ഇതടിച്ച് കഴിഞ്ഞപ്പോൾ ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട്. ശരിക്കും കുറേ ചെളിയൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ മങ്ങിപ്പോയി പെയിൻറ്റ്. എന്നാൽ കൂടി മങ്ങിപ്പോയാലും ചെളി അതേപോലെ അഴുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കാരണം കുഴപ്പമില്ല. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള കാരണം മങ്ങിപ്പോയത് പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ചെളി പോയില്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അപ്പോൾ അത് മുഴുവൻ ഉള്ളു അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് ബോക്സ്, ടൂൾ ബോക്സും അതേപോലെ ആ നമ്മൾ കിടക്കണ ബെർത്തിൻ്റെ അടിയിലൊരു ബോക്സാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കിൻ്റെ കള്ളിയാണ്. അപ്പോൾ ആ സാധനമൊക്കെ ഫുള്ള് ഞാൻ വാരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മൊത്തം അടിച്ച് ഗ്രീസ് അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ആൾ മറ്റേ ഡീസലിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഉള്ളതിനൊക്കെ ഉണ്ട്. എത്ര നേരമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. ഈ ഫ്രണ്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഫ്രണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇപ്പം തന്നെ എന്താ പറയുക പകുതി ഭംഗിയായി വണ്ടി. പിന്നെ എത്ര ഈ സമയം 2:05 ഞാനിതേവരെ എന്താ പറയുക ഫുഡ് കഴിക്കാനൊന്നും പോയിട്ടില്ല. ഫുഡ് വേണ്ട, രാവിലത്തെ നെയ്മസ്റ്റ് ഇതിനോട് കൂടിയിട്ട് മറ്റിപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ വീട് വരെ പോയിട്ട് വരണം. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ റൂമിൽ കഴിക്കാൻ വെച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നൊന്നും വേണ്ടത്. ഇത് നമ്മളിവിടെ നിൽക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കയ്യോടെ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് വന്നിട്ട് വരെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചേട്ടാ അത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വൃത്തിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം, ഇവർക്ക് നല്ല ആർക്കായാലും ദേഷ്യം വരും. നമ്മളുണ്ടെങ്കിൽ അത് ചെയ്ത ഭാഗം അപ്പോൾ ശരിയായില്ലെങ്കിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും കുഴപ്പമില്ല. കയ്യോടെ അപ്പം തന്നെ വെള്ളടിക്ക് എത്രയ്ക്കേ പാടുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് അത് ചെയ്ത് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കും. സീറ്റ് ആൾ ചോദിച്ചു വെള്ളം അടിക്കണം. അപ്പോൾ ഞാൻ അടിച്ചു കേട്ടോ. സീറ്റൊക്കെ വെള്ളം അടിച്ച് ക്ലീൻ ആക്കും. അതുപോലെ ഇതിൻ്റെ അടിവശമൊക്കെ വെള്ളം അടിച്ച് ക്ലിയർ ആക്കി. കാരണം മാറ്റിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്. ഇത് കണ്ടോ പൊടി പോകണമുണ്ട്. അപ്പോൾ ആ മാറ്റൊക്കെ കുത്തിയിട്ട് അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല സെൻസറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ മാറ്റൊക്കെ കുത്തിയിട്ട് അതിൻ്റെ അത് കെട്ടി വെക്കണോ ചേട്ടാ? കണ്ടോ ചെളി പോകണമുണ്ടോ? ഇതേപോലെ ഡ്രൈവർ സൈഡിൽ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമുക്കത് ആ സാധനം എടുക്കാൻ പറ്റണില്ല. അത് സീറ്റ് ഊരിയതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് നിലവിൽ നമുക്ക് ആ സീറ്റൊക്കെ ഊരി എടുക്കുന്ന സമയത്ത്
അടിയൊക്കെ മാച്ചെടുത്ത് അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി, അല്ലെങ്കിൽ അടിച്ച് കഴുകാൻ പറ്റിയെങ്കിൽ ഒഴിച്ച് കഴുകി, അതേപോലെ പെയിൻറ്റ് അടിക്കുമ്പോൾ ഇനിയിപ്പോൾ ആകെ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് കൊണ്ടായാലും അടിച്ചിട്ട് ക്ലീൻ ചെയ്യാം. നിറച്ചും ചെളി കണ്ടോ, അടിച്ച് ക്ലീൻ ചെയ്യാത്ത മാറ്റിൻ്റെ അടിയും അതേപോലെ അടിവശത്തൊക്കെ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കമ്പനി മാറ്റായതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത ടൈപ്പിലാണ് അവർ ഫിക്സിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും തുരുമ്പ് വരാനും അതുപോലെ തന്നെ പിന്നെ പൊടിയായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഡോറുണ്ട്, ഡോറിൻ്റെ സൈഡും അതേപോലെ വൈൻഡറും അതേപോലെ മറ്റേ ഇത് എന്താ പറയുക പേഡും സാധനമൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കാറുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാക്കാറുണ്ട്. പിന്നെ ടോപ്പ് ഏറ്റവും മുകളിൽ കാരിയറൊക്കെ ഇരിക്കുന്നില്ല, അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇനി കഴുകി വരാണ്ട് കേട്ടോ. ക്യാബിനൊന്നും കഴുകിയിട്ടില്ല, ഇൻറ്റീരിയർ മാത്രമേ കഴുകിയിട്ടുള്ളൂ. പിന്നെ എക്സ്റ്റീരിയർ കഴുകാൻ ഇരിക്കണതേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്, പണിയൊക്കെ ഉണ്ട്. പണി തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയില്ലേ, 3 മണിയെന്ന് പറഞ്ഞു. 3 മണിയിൽ നിന്ന് 5 മണി ആയാലും 6 മണി ആയാലും ചെയ്യില്ല. ഇന്ന് മൊത്തം കഴുകേണ്ട വരും. മൊത്തം അത്രയധികം പണിയുണ്ട്, ക്ലിയറാക്കി എടുക്കണ്ടേ. അപ്പോൾ ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഒറ്റൊരു പ്ലെയിൻ സ്ഥലമാണെങ്കിൽ ഇങ്ങനെ വേഗം വേഗം തേച്ച് പോവാം. ഇതിങ്ങനെ ഓരോ കുറ്റി അത് തന്നെയല്ല, പിന്നെ ഓരോ ചുളിവ് ഒക്കെ ക്ലിയറാക്കി അടിച്ച് വരുമ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, പണി കൂടുതലാണ്. സാധാരണ വണ്ടീനെ അപേക്ഷിച്ച് കുറച്ച് പണി കൂടുതലല്ലേ ചേട്ടാ? ഈ ചുളിഞ്ഞ് ബോഡി ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ? ആ, നല്ല മെല്ലാക്കിയിട്ടാണ് തേപ്പൊക്കെ നടക്കുള്ളൂ. ഒറ്റയടിക്ക് അങ്ങോട്ട് തേച്ച് പോവാം. ഇത് ചുളിവുകൾ കൂടുതലല്ലേ, അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സോപ്പ് കിടി തേച്ച് കൈ കൊണ്ട് തേക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ അടിവശത്ത് ഏതാ? അതെ. പിന്നെ ദേ ഇപ്പൊ നമ്മുടെ വീൽ സെറ്റിന്റെ ഇവിടെയൊക്കെ കാണാൻ പറ്റും അടിയിൽ അടിക്കുമ്പോ അല്ലേ? ശരിയാ അടിയിന്നേ കാണാൻ പറ്റും, അടിയിൽ കാണാം. അങ്ങനെയുള്ള അഴുക്കുകളെ പെട്ടെന്ന് കാണാൻ പറ്റും. മറ്റെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവാണെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടല്ല. ഇതിപ്പോൾ അഴുക്കുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിന്ന് അടിച്ച് കളയാൻ വേണ്ടിയിട്ട് പ്രശ്നമില്ല. ഇവിടുത്തെ ഗ്രീസും സാധനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ച് കളഞ്ഞാൽ മതി. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഇതിലൊരു ബുഷ് ഇടാണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് ഗ്രീസ് അടിക്കുക. ഈ ഒരച്ചിലൊക്കെ ഇല്ലേ, ആ ഒരച്ചിലിന് അതേപോലെ ഇവിടെ ഒരു ഒരച്ചിലുണ്ട്, പിന്നെ ഒരു ഒരച്ചിൽ ഉണ്ടല്ലോ. ഇത് ഞാൻ നോക്കില്ല. തീരുള്ളൂ എന്നല്ലേ? കുഴപ്പമില്ല. അതാണ് നേരം വൈകിയ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ സംഭവം പടപടയെന്ന് അടിച്ചു തീർത്താല്. ഗണ്ണ് കേടായിട്ട് അപ്പൊ അത് ശരിയാക്കാൻ അങ്ങനെ ക്ലീൻ ആവില്ലല്ലോ. അപ്പൊ അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നിലവിൽ ഇവിടത്തെയും ഗ്രീസ് സ്ഥലങ്ങളൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. എല്ലായിടത്തെയും ഗ്രീസ് സംഭവങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് ഏത് സിമെന്റിന് ഓടിയായിരുന്നെന്ന് എനിക്കറിയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമെന്റിന്റെ കയ്യിൽ നിന്ന് ഓടിയ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചതാ. നമ്മൾ മേടിച്ചിട്ട് ഓടി തുടങ്ങിയിട്ടില്ലേ. അപ്പൊ അത് കാരണം ഏതാണ് ഡാൽമിയെന്ന് തോന്നണു, ഡാൽമിയെന്ന് തോന്നണത്. ഇത് മണ്ണുത്തിയില്. എൻ്റെ വീട് കരിമങ്ങാട്, വിയൂര്. അപ്പൊ ഞാനിങ്ങനെ ഓരോ ഭാഗം ഏതാ ഇത് 2013 മോഡല്. അപ്പൊ ഞാൻ ഓരോ ഭാഗങ്ങളെ ഇനി എവിടെയെങ്കിലൊക്കെ വല്ല തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണി ചെയ്യുമ്പോൾ അറിയാൻ പറ്റൂല. ഈ ടയർ മൊത്തം ഇങ്ങനെ പൊട്ടിയിട്ടുള്ളതാ. ഈ സൈഡ് വിണ്ട് പൊട്ടിയിട്ടുള്ളതാ. ഇത് മാറ്റി, ഇത് പുതിയ ടയറാ. അപ്പൊ ഈ ടയർ ഇതിനകത്തേക്ക് ഇടണം. അത് റീസോൾവ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഈ ടയർ മാറ്റി സ്റ്റെപ്പിനായിട്ട് വെക്കണം. അതാ പരിപാടി. ഇനി ഞങ്ങൾക്ക് അങ്ങനെ സ്ഥിരോട്ടം എന്ന് പറഞ്ഞിട്ടൊന്നും ആയിട്ടില്ല. നമുക്ക് നോക്കണം, നമ്മൾ നോട്ടം അങ്ങനെ നിൽക്കണം. അപ്പം നിലവിൽ ഈ മറ്റേന്താ പറയുക, നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ബാറ്ററിയുടെ ബോക്സിൻ്റെ അടിവശത്തൊക്കെ ഈ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അത് അടിയിൽ നിന്ന് അടിച്ച് കളഞ്ഞിട്ട് കേട്ടോ അവർ. പിന്നെ അത് ഇവിടത്തെ സിമെൻറ്റിൽ ഇതിരിക്കുന്നത് അത് പെയിൻ്റ് അടിക്കുമ്പോൾ കളയാൻ തന്നെ പറ്റുള്ളൂ. ശരി ആയിക്കോട്ടെ. ഞാനിവിടെ നിന്ന് വർത്താനം പറയാം. ആള് നമ്മുടെ സോപ്പ് ഇട്ടതേ അടിച്ച് കളയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കണ്ടോ, ആദ്യം ഇങ്ങനെ ഒന്ന് അടിച്ച് കളയും. പിന്നെ പെട്ടെന്ന് ഉണങ്ങൂല. കയ്യോടെ സോപ്പിട്ട് അപ്പം അടിച്ച് കളയണം അല്ലേ? ഓക്കെ. അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ടുണ്ടാവുന്നു അല്ലേ? ശരിയാ. അതാ തുറക്കണ ഭാഗാ, കറക്റ്റ് തുറക്കണ ഗ്യാപ്പ് അതായതുകൊണ്ട് അവിടെ കൂടുതലേ. പിന്നെ ഹാളുള്ളിലാണെങ്കിൽ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോകാനുള്ള സ്ഥലത്തൊക്കെ അടിപൊളിയായിട്ട് ഒന്നുകൂടെ സോപ്പിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ അതൊന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഉൾവശമൊക്കെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇറക്കി പുറത്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഇതിരിക്കണതുകൊണ്ട് കൃത്യമായിട്ട് വാഷ് ചെയ്യാൻ പറ്റാണ്ട് വരരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഇറക്കി പുറത്ത് വെച്ചത്. ഉള്ളിൽ നിന്ന് കഴുകിയെടുക്കുമ്പോഴേ പറഞ്ഞ പോലെ നോക്കി ചെയ്യണം. വലിച്ചു വരി ചെയ്യാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും മറച്ചിട്ട് തല മുട്ടാണ്ട് വെള്ളം അടിച്ച് സോപ്പിട്ട് ചെയ്യണമെങ്കിൽ ഉള്ളിൽ ലേശം ബുദ്ധിമുട്ടാണ് പുറത്തേക്കാളും. ഏറ്റവും അടിയിൽ ഇങ്ങനെ ഗ്യാപ്പുള്ള കാരണം സുഖമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റും. ഉള്ളിൽ ലേശം ബുദ്ധിമുട്ട് കൂടുതലും തോന്നുന്നു. എന്തായാലും ഇവർ ചെയ്യട്ടെ. ചേട്ടനെ ഉള്ളിൽ ഫുള്ള് സോപ്പിട്ടതും അതുപോലെ തന്നെ ആദ്യം ഡീസലിട്ടതും ഒക്കെ ഫുള്ള് കഴുകിയിടുകയാണ് കേട്ടോ ഉള്ളിൽ നിന്നുള്ളത്. അതുപോലെ മറ്റേ ചേട്ടൻ ബാക്കിൽ സോപ്പ് ഇട്ടിട്ടുള്ളത് മുഴുവൻ ആ സൈഡിൽ നിന്നും കഴുകിയിടുക. ഇപ്പോൾ ഫാസ്റ്റായി ഇവിടെ പറയുന്ന സമയം നേരം വൈകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എത്ര തീരേണ്ടതാണെന്നറിയോ. അപ്പോൾ ആൾക്കാർ എണ്ണം കുറവായ കാരണം ലേശം സ്ലോവായ കാരണം പെട്ടെന്ന് എല്ലാം അടിപൊളിയായിട്ട് തീർക്കുന്നുണ്ടെങ്കിൽ ചെളി ഇറങ്ങി നോക്കി. ഗ്ലാസ്സിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും അറിയാം. അതേപോലെ ആ സീലിങ്ങിലൊക്കെ 2ാം പ്രാവശ്യം സോപ്പ് ഇട്ടു. ആദ്യം ഡീസലിട്ട് കഴിഞ്ഞ് അത് വെള്ളം അടിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് 2ാമതും ഇതിട്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഇപ്പോൾ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ സീറ്റിലാണെങ്കിൽ ഇതിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. സീറ്റ് നന്നായിട്ട് ഇനി അടിച്ച് കളഞ്ഞില്ലെങ്കിൽ നല്ല മണം വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. 2 സൈഡിൽ നിന്നും പണി നടക്കുന്നുണ്ട്. ഈ കംപ്രസർ ഉണ്ടാവില്ല ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. കാരണം വെച്ചാൽ ഫുൾ തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് കംപ്രസർ ഓഫ് ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറയില്ലേ. അത്രയധികം നേരം നിന്ന് കംപ്രസർ അടിച്ചുകൊണ്ടിരിക്കുക ഇനി കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അടുത്തൊരു പോളോ GT കൊണ്ടുവന്നുണ്ട് കഴുകാനായിട്ട്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. പിന്നെ അവിടെ ബൈക്കുകൾ മാറി കഴിയും. ആൾ ബൈക്കിൻ്റെ സ്പെഷ്യലിസ്റ്റാട്ടോ. ആളാണ് കൂടുതലും ഇവിടെ ബൈക്ക് കഴിയണം ചേട്ടൻ. ഞാൻ ഇവിടെ വന്നോട്ടം കൊണ്ട് ആൾ എത്ര ബൈക്ക് കഴിയുമെന്ന് അറിയുന്ന സമയം. അതേപോലെ വേറെ ചേട്ടൻ ഈ കാറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ചേട്ടൻ ആളപ്പുറത്തേക്ക് എവിടേക്കും പോയിക്കുക. നമ്മുടെ കൈകൊണ്ടിരിക്കുന്ന 2 പേര് ലോറിയുടെയും അതേപോലെ വലിയ വണ്ടിയുടെ സ്പെഷ്യലിസ്റ്റുകൾ. അതുകൊണ്ട് ഓരോരുത്തർക്ക് ഒരേ ജോബാണ്. അപ്പോൾ അവർ കൂടുതലും അതെ ആ ചേട്ടനാണ് കാറ് കഴിയുന്ന ചേട്ടൻ. അപ്പോൾ ആൾ നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് പോയിട്ട് കുറേ നേരം ഇപ്പോൾ ഇവർ ഈ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വെള്ളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ ഏറെക്കുറെ അടിച്ച് തീരാറായി. പിന്നെ ഇപ്പോൾ 3 വശവിലും ക്യാബിനും കഴുകി കഴിഞ്ഞാൽ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ക്യാബിൻ അതേപോലെ മറച്ചുണ്ടോ എന്നുള്ളത് അറിയില്ല. ക്യാബിൻ മറക്കുകയാണെങ്കിൽ മറച്ച് കൊടുത്തു കഴിഞ്ഞ് അതും കഴുകുമായിരിക്കും. എൻജിൻ ബെസ്റ്റ് വെള്ളം അടിക്കുകയോ ഇല്ലേ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചോദിച്ചോട്ടെ. ഉണ്ടെങ്കിൽ അതും ക്യാബിനൊന്ന് മറച്ചു കൊടുക്കണം. അവസാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനാണ് കേട്ടോ. ക്യാബിൻ്റെ മുകളിൽ കയറി ചേട്ടൻ ഫുള്ള് ഇലയും സാധനങ്ങളൊക്കെ കിടക്കണമൊക്കെ പറത്തി കളഞ്ഞ് ഇനി അത് വെള്ളം അടിച്ച് ക്യാബിൻ താഴ്ത്തുന്ന മുകളിൽ നിന്ന് മുതൽ താഴ്ത്ത് വരെ ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ പരിപാടി ഫിനിഷാവും. പിന്നെ മുകളിൽ നിന്ന് ആദ്യം ഡീസൽ ഇടുമെന്നുള്ളത് അറിയില്ല. മുകളിൽ നിന്ന് വെള്ളം അടിക്കാവും മിക്കവാറും. ക്യാബിൻ ഡീസൽ ഇടാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം മങ്ങി പോകുന്നതുകൊണ്ട് അത്രയധികം ചിലപ്പോൾ ചെളി ഇതിനകത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഡീസലിടും. ഡീസലിട്ടിട്ട് ഫുള്ള് ഡീസലിടായിരിക്കും. കെമിക്കലാവും ചിലപ്പോൾ ഇടാത്ത ഇരിക്കുള്ളൂ. ഡീസൽ ഇടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അഴുക്കൊന്നും പോകില്ല. മുകളിലും മറ്റേ എന്താ പറയുക നമ്മുടെ സിമെൻറ്റിൻ്റെ സംഭവം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മുകളിലും എനിക്ക് തോന്നുന്നത് ആൾ ഡീസലിടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഡീസലിട്ട് മൊത്തം മുകളിൽ മുതൽ ഗ്ലാസ്സൊക്കെ ഡീസലിട്ട് കഴുകി ഇങ്ങനെ ഇറങ്ങണം. അപ്പോഴാണ് ഫുൾ ക്ലീൻ ആവുള്ളൂ. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് അവിടെ ഇവിടെ സിമെൻറ്റിൻ്റെ ആ മയം ഇരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാണുമ്പോൾ നല്ല ക്ലീൻ ആയി കേട്ടോ. പക്ഷേ അത് ആ സിമെൻറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് പോകാത്തതുകൊണ്ട് തന്നെ രക്ഷയില്ല. അത് ഗ്രൈൻഡ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് പ്രൈമർ അടിച്ചിട്ട് അത് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇന്നറം കണ്ട് വെച്ചിട്ട് പൊളിച്ചെടുക്കുക. അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അവിടെ പൊള്ളച്ച് നിൽക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും മുകളിൽ കയറിയിട്ട് ആൾ. അപ്പോൾ ഇനിയിപ്പോൾ മുകളിൽ നിന്ന് സ്പ്രേ ചെയ്യാനുള്ള സാധനം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സംഭവം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ നിന്ന് അടിച്ചിറങ്ങാൻ പോകാണ് കേട്ടോ. അപ്പോൾ ചെളി പോകുന്നത് കാണിച്ചു തരാം. മുകളിൽ അടിക്കാൻ കേട്ടോ. മുകളിൽ ഫുള്ള് ക്യാബിനും അതുപോലെ ഫ്രണ്ടിൽ നിന്നുള്ള ഭാഗമൊക്കെ മൊത്തം അടിച്ച് ക്ലിയർ ചെയ്യാണ്. ഡീസൽ തന്നെ അടിക്കുന്നത്. ഞാൻ പറയായിരുന്നു ചേട്ടനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് കാറിലാണ് അല്ലേ. വന്നപ്പോൾ മുതൽ കാറ് കഴുകണം കണ്ടതേ. ഓരോ ആൾക്കാർ ഓരോന്ന്. ഈ ചേട്ടനാണ് ഈ ബൈക്കിലെ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ. ആ 2 ചേട്ടന്മാർ ട്രക്കിൽ. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം കുറേ കാറുകൾ വന്നേ. അപ്പോൾ ഒക്കെ ചേട്ടൻ തന്നെ ചെയ്യണ കണ്ടത്. അതാ ചോദിച്ചേ. ഈ സാധനം അടിക്കുമ്പോൾ നിൽക്കാൻ പറ്റില്ല. ആദ്യം ഒരു കുറച്ച് നാളത്തേക്ക് സർവീസ് സ്റ്റേഷനിൽ വന്ന് ഇതിൻ്റെ മണം പറ്റണ വരെ നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇനി കൈയോടെ വെള്ളം അടിച്ച് കളയാം കേട്ടോ. അപ്പോൾ ആ സാധനം അടിച്ചപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെളി മുഴുവൻ ഒറ്റയടിക്ക് കുതിർന്ന് ഇങ്ങോട്ട് പോരും. തൊട്ടടുത്ത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പെയിൻ്റടക്കം പൊളി കേട്ടോ. അത്ര പവറാണ്. ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പ്രഷർ തൊട്ട് കയ്യിലടിക്കുമ്പോൾ തൊലിയൊക്കെ അങ്ങനെ ചുളിയും. തൊട്ടടുത്ത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പൊട്ടും ചിലപ്പോൾ.
മൊത്തം അടിച്ച് വൃത്തിയാക്കിട്ടോ. ഫുള്ള് തീർത്ത് മുകളിൽ വെച്ചപ്പോൾ എന്നുള്ള ഫുൾ പരിപാടി ക്ലീനാക്കി. ഇനി താഴത്ത് ഗ്ലാസ്സുകൾ മുതൽ സൈഡൊക്കെയാണ് കേട്ടുള്ളൂ. എൻ്റെ തൊണ്ട ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. ശബ്ദം, അതാണ് ശബ്ദം തീരെ കുറവിട്ടോ സംസാരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ഓടിയിട്ടായിരുന്നു, ഒന്നും പറ്റണില്ല, ഭയങ്കര തൊണ്ടവേദന. ക്യാബിൻ്റെ സൈഡ് ഫുള്ള് സോപ്പിട്ട് കിട്ടും, അത് കണ്ടില്ലേ, ഫുള്ള് സോപ്പിട്ട് കഴിഞ്ഞു. വീട് സാധനങ്ങൾ രണ്ടാമതും ഒരു അടിയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, ഡീസൽ അടിക്കുന്നുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ 2 പ്രാവശ്യം ഡീസൽ അടിച്ച് കഴിയുമെന്നാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ച അടിവശത്തൊക്കെ ഫുൾ പണി കഴിയുമെന്ന്. പക്ഷേ ആദ്യം പിന്നെ റാമ്പിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് ഫുള്ള് അടിയിൽ മൊത്തം ഡീസൽ അടിച്ചു. പിന്നെ രണ്ടാമതും പുറത്തേക്കടെ മുഴുവൻ ഇപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഡീസൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പണി കുറച്ചുണ്ടല്ലോ, ഒറ്റയടിക്ക് ഇങ്ങനെ വെറുതെ സംഭവം ചെയ്ത് തീർച്ചല്ല. അതിൻ്റെയാണ് ഇവിടെ ഇത്ര തിരക്കും ഇത്ര നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. നമുക്ക് തന്നെ പണി കഴിയുമ്പോൾ നല്ല അടിപൊളിയാണെന്ന് നമ്മൾ പറയണതിൻ്റെ കാരണം അങ്ങനെ ഇരിക്കുന്ന പ്രാവശ്യം ഡീസൽ വെച്ചാൽ സാധാ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ നല്ല വൃത്തിയായിട്ടുള്ള ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തു കേട്ടോ. കാരണം എനിക്കിപ്പോൾ 2-3 അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് വെച്ചാൽ വിളിച്ച് അത് നമ്മൾ അതിൻ്റെ സർവീസ് എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഉണ്ടെന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇത് തിരൂര് മീണാലൂര് വടക്കാഞ്ചേരി റൂട്ടിലെ സ്ഥലമാണ് കേട്ടോ. വടക്കാഞ്ചേരി നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിൽ മീണാലൂർ എന്ന് പറഞ്ഞിട്ട് പാർലിക്കാട് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ അത്താണി എത്തനേക്കാളും ചുറ്റ് മുന്നിലുള്ള സ്ഥലമാണ്. സംഭവം ക്ലീൻ വർക്ക് തന്നെയാണ്, എനിക്ക് സംശയം വേണ്ടായിരുന്നു. ആദ്യം പൊളിയാണ്. കാരണം എത്ര പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എപ്പോൾ രാവിലെ വന്നിരിക്കണതാണ്, 3 മണിയായി, എന്നിട്ടും സംഭവം ഒന്നും ആയിട്ടില്ല. ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ചെയ്യാണ്ട് വെറുതെ ഇരുന്നിട്ടല്ല. നമ്മളുടെ ഫ്രണ്ട് ക്യാബിനാട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാബിൻ മറക്കണം. ക്യാബിൻ മറക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് തട്ടിയിട്ട് അങ്ങോട്ടേക്ക് വെച്ചാൽ മതി. ഒന്നും നോക്കാതെ പൊക്കാളത് ഇങ്ങോട്ടേക്ക് നിൽക്കണം. ഇങ്ങോട്ട് ഇട്ടു ഞങ്ങളുടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റിക്കോളും. ഇതിനൊന്നുമില്ല, ഈ സംഭവം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊന്തി ആവണല്ലേ, പൊന്തണല്ലേ? അങ്ങനെ തന്നെ. അത് കേടായിരുന്നു, ഞാൻ ശരിയാക്കിച്ചത്. അപ്പം അതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ ജാക്കിയേ കംപ്ലൈൻ്റ് ആയിരുന്നു, ഇപ്പം ശരിയാക്കിയതാ. ക്യാബിനിൽ പശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കാര്യങ്ങളൊക്കെ ഫുള്ള് കളഞ്ഞു. ഫുള്ള് ക്യാബിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ലിവർ വേണേ ഏട്ടാ, വലിയ ലിവർ ഇടാം എന്നാ. അതെ എന്നാ വലിയ ലിവർ ഇട്ടാൽ അപ്പോൾ എളുപ്പമുണ്ടാവും, മറ്റേതല്ലയാവും. ഇനി നമ്മൾ പെട്ടെന്നാവേ. അപ്പോൾ ഈ ക്യാബിൻ പൊക്കിയിട്ട് ഇനി നമ്മൾ ക്യാബിൻ്റെ അടിവശമൊക്കെ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബിൻ പൊക്കുകയാണ്. നമ്മുടെ അവിടെ എയറിൻ്റെ ഇത് വലിക്കണതുണ്ടല്ലോ, എയർ ഫിൽറ്ററിൻ്റെ വലിക്കണതിൻ്റെ അവിടെ ഇത് പൊങ്ങി കഴിയുമ്പോൾ അവിടെ വലിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ആ സമയത്ത് അതിൽ ബക്കറ്റ് ഇടണം. അവിടെ ഒരു ബക്കറ്റ് ഇട്ട് വെച്ചേക്കണുണ്ടോ, ഒരു ബക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് സർവീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ഏത് ഇങ്ങനെ ക്യാബിൻ പൊക്കണ വണ്ടികളാണെങ്കിലും ഡയറക്റ്റ് എയർ ഫിൽറ്ററിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബക്കറ്റ് ഇട്ട് എന്തായാലും വെക്കണം. പൊങ്ങും, ഇനി നന്നായിട്ട് പൊങ്ങും. ഇത്ര മതിയാ, ഞാനാക്കണ. നമ്മളത് പൊക്കിയിട്ട് പുതിയതാണ്, നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ജാക്കിയൊക്കെ പുത്തം വെച്ചിട്ടുള്ളതാണ്. എന്നാൽ കൂടിയും നമുക്ക് പേടിക്കാണ്ട് നമ്മൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജാക്കി ലിവർ അതിനകത്തേക്ക് ലോഡ് ചെയ്തത് നമ്മുടെ ശരിക്കുള്ള പണി ഇപ്പോൾ കിട്ടിയാനായിട്ടാ. നമ്മുടെ ജാക്കിയുടെ ലിവർ നമ്മൾ അതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സാധനം ഇളകിയപ്പോൾ നേരെ താഴത്തേക്ക് പോന്നു. ഒറ്റയടിക്ക് ലേശം താഴത്തേക്ക് ഇരുന്നു. പെട്ടെന്ന് സംഭവം എന്താ പറയുക, ഫുള്ള് ഇങ്ങോട്ട് പോരുമെന്നല്ല ചെയ്തത്. എന്നാലും ജാക്കി വെച്ചത് മേത്തേക്ക് വീഴുക എന്തെങ്കിലും ഉണ്ടായേനെ. കുഴപ്പമില്ല, എന്തായാലും ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് മേത്തേക്ക് എങ്ങനെ വീണെങ്കിൽ പണി പാളിയാനെ. ഭാഗ്യമായി. ആ സമയത്ത് എനിക്കൊരു ഫോണും വന്നു കറക്റ്റ്. നമ്മൾ വീണ്ടും ആ കമ്പി കറക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക്, ചേസിൻ്റെ ഉള്ളിലേക്കും ആ ഒരു പാഡിൻ്റെ ഉള്ളിലേക്കും ആയിട്ട് കറക്റ്റ് കൊടുത്ത് ഇപ്പോൾ ജാമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് പരിപാടിയാണ്. എന്തെങ്കിലും ബൈ ചാൻസ് ആ ജാക്കിയുടെ എന്താ പറയുക സീലെങ്കിലും തള്ളി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സാധനം താഴത്തേക്ക് വരും. പറയണ സുഖമൊന്നും ഉണ്ടാവില്ല. അടിയിൽ ആൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല, പെട്ടുപോകും. അപ്പോൾ എപ്പോൾ നമ്മൾ ജാക്കിയുടെ അടിയിൽ
എന്താ പറയുക ക്യാബിൻ പൊക്കിയിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ടിപ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പറിൻ്റെ സാധനം പൊക്കിയിട്ട് എന്തെങ്കിലും പണി എടുക്കണമെങ്കിൽ ഈ കമ്പി വെച്ച് ലോഡ് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പണി കിട്ടും. കാരണം നമുക്കുണ്ടായിട്ടല്ല, പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഉള്ളിൽ പറഞ്ഞതൊക്കെ ആൾ ചത്തു പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ നമുക്കിത് ചെയ്യാനാകും 1 മിനിറ്റത്തേക്കുള്ളൂ. അത് ആ എളുപ്പം നോക്കിയിട്ട് നമ്മൾ ചെയ്യില്ല. ഇനി അടിവശത്തും വീണ്ടും ഡീസൽ ഇടുക തന്നെയാണ് എഞ്ചിൻ ഭാഗത്തും. അപ്പോൾ ഇനി അടിയും കാര്യങ്ങളൊക്കെ ഇനി വൃത്തിയാക്കേണ്ട വന്നോടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, കുറേ പ്രാവശ്യം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അടിപൊളിയാക്കട്ടെ, ഇനിയും കഴുകട്ടെ. കഴുകി അങ്ങോട്ട് കളർ അങ്ങോട്ട് പറ്റും, വെള്ള കളർ വരണം. നമ്മുടെ ആ എന്താ പറയുക ഇരുമ്പിൻ്റെ കളറില്ലേ, അത് രണ്ടാമത് നമുക്ക് കിട്ടണം, അതേപോലെ ആവണം. സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ ചേട്ടന്മാർ ഇവിടെ കഴുകുകയാണ്. തീരണമൊന്നുമല്ല, തീരാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഒരു ചെറിയ ചായ കുടിച്ചിട്ട് വരാം. ഫുഡൊന്നും കഴിക്കണില്ല, വെറുതെ ഒരു കാടി ചായ എടുത്തിട്ട് വരാം. 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വയറിങ്ങനെ ഇരിക്കുക, ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ നിലവിൽ പോയിട്ട് ഒരു ചായ, ഒരു ചെറിയ എന്തെങ്കിലും കടി, അത്ര മതി. നേരത്തെ കഴിച്ച കടയില്ല കേട്ടോ, തൊട്ടിപ്പുറത്ത് തന്നെ ഈ സർവീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ചായ ആയിട്ടില്ല, ചായ വെച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് സമയം കഴിയും ചായ ആവണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു ഹാഫ് കുറച്ച് ചിക്കൻ ബിരിയാണി കഴിക്കാം. സംഭവം വിശന്നിട്ടല്ല, എന്നാൽ കൂടി എന്താ പറയുക വന്നോ എനിക്ക് എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു കണ്ടീഷനിൽ വിചാരിച്ചാൽ ശരി ചിക്കൻ ബിരിയാണി. അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണി ഒരു ഹാഫ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് എടുത്തിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ചായ ആയി പിന്നെ ചായയും കുടിക്കേണ്ടി വരും. എന്താണ് വേണ്ടാന്ന് വിചാരിച്ച് ഇരുന്നതാണ്. ചായ കുടിക്കേണ്ടതൊന്നും അറിയില്ല, ഹോട്ടലിൽ വന്ന കാരണം ഫുഡ് കഴിക്കേണ്ടി വന്നു. നമ്മുടെ ഹാഫ് ചിക്കൻ ബിരിയാണി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളതൊന്നും അറിയില്ല, ഞാൻ കഴിച്ച് നോക്കട്ടെ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈകളുടെ സൈഡിലുള്ള ഹോട്ടലുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പുറത്ത് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ അടിപൊളി എന്ന് പറയും. ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, കഴിച്ച് നോക്കിയതിന് ശേഷം പറയാൻ പറ്റില്ല എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. ഹാഫ് പറഞ്ഞിട്ട് തന്നെ കണ്ടമാനം ക്വാണ്ടിറ്റിയും കഴിക്കണമെങ്കിൽ സംഭവം നോക്കി എന്തോരം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫുൾ ബിരിയാണിയുടെ അത്ര ക്വാണ്ടിറ്റി ഹാഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ടാവും എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് എന്തായാലും മുഴുവൻ കഴിക്കണം, അത് കളയാൻ പറ്റില്ല. കഴിക്കട്ടെ കേട്ടോ, കഴിച്ചോട്ടെ. നല്ല ബിരിയാണി സൂപ്പറായിട്ട് സൂപ്പർ ബിരിയാണി, മണമൊന്നുമില്ല, പക്ഷേ ഇതോ ബെസ്റ്റാണ്. കഴിക്കട്ടെ കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറി വന്നപ്പോൾ പുറത്തുനിന്ന് അടിക്കുമ്പോൾ നല്ല രസം കേട്ടോ. ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കല്ലെടുത്തെറിയണ പോലെയാ സൗണ്ടും, അതുപോലെ നേരത്തേക്ക് വരുന്ന പോലെ നേരത്തേക്കിട്ട് വരുമില്ല. നമ്മുടെ ഈ ചേട്ടനാണ് കേട്ടോ ഇത് നടത്തണത്. അപ്പോൾ വല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. മീണാലൂര് അല്ലേ ചേട്ടാ? കറക്റ്റ് സ്ഥലം, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തു തരും ആളാണ് ഇത്. സംഭവം ഇത് വേറെ ആൾക്കാരെയാണോ ചേട്ടൻ എടുത്ത് നടത്തുന്നതാണോ? വേറെ ആൾക്കാരെയാണല്ലേ? അപ്പോൾ സംഭവം ഇതേ കണ്ടില്ലേ, ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് എങ്ങനെയായിരുന്നു ഇരുന്നായിരുന്നു നിങ്ങൾ മുന്നേ കണ്ടില്ലേ? നോക്കി ക്ലീൻ ആക്കി എല്ലാ ഭാഗവും 2 പ്രാവശ്യം. ആദ്യം നമ്മൾ കാരവും മറ്റേ സോപ്പ് പൊടിയും ഡീസലൊക്കെ ഇട്ടിട്ടുള്ള സാധനം അടിച്ച് ഇത് ചെയ്തു. അതിന് ശേഷം സോപ്പ് ഇട്ടിട്ട് ഫുള്ള് കഴുകി എടുത്തിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ക്ലീൻ ആയത്. ഇത് തുടച്ച് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക. പിന്നെ അടിവശമാണെങ്കിലും എല്ലായിടത്തും ഒരു തുണ്ട് പൊടിയില്ല. സീറ്റൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സീറ്റിൽ എന്താ പറയുക നനവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉണങ്ങണ വരെ നമുക്കൊരു ഇതുണ്ടാവില്ല. എന്നാലും ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് ആവും കേട്ടോ ഇതിൻ്റെ റെക്സിനൊക്കെ. എന്നാലും നമുക്ക് റെക്സിന് അടിക്കണം മൊത്തത്തിൽ. പിന്നെ ഇതിൻ്റെ ഉൾവശത്തിലൊക്കെ നമുക്ക് ചെളി ഇപ്പോഴും കിടക്കുന്നുണ്ട്, കാരണം അത് പൂവില്ല. അത് തുടച്ചെടുക്കണം നന്നായിട്ട്. അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മളെന്തായാലും ക്ലിയർ ആക്കും. അപ്പോൾ അതുകൂടിയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ചെയ്ത് തീർന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ എന്തായാലും സീറ്റുമ്മ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്കിലൊക്കെ ഇത്തിരി വെള്ളമാവും, കാരണം ചീന സ്പോഞ്ചിൽ നിന്ന് നേരിട്ട് വെള്ളം ഉള്ളിൽ പോയിക്കല്ല, അത് കാരണം. എന്നാലും കുഴപ്പമില്ല. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് കേട്ടോ നമുക്ക് ഇതപ്പടി ചെയ്തു തരുന്നത്. നമ്മുടെ ഇതിന് മുന്നേ വന്നപ്പോൾ 2 വണ്ടിയും ചെയ്തു തന്നത് ആളായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞു, ഇത്ര അധികം സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ഇവിടേക്ക് തന്നെ ഇത്ര അകലേക്ക് എത്തിയതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ വർക്ക് സൂപ്പർ ആയതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഒരു 10 സർവീസ് സെൻറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് എത്തണേ, അത് താണിക്കുളത്ത് നിന്ന് വരുന്ന വഴിക്ക്. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് സംഭവം സൂപ്പർ ആയതുകൊണ്ടാണ്. കാരണം എല്ലാ വർക്കും പക്കയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇന്ന് ചേട്ടാന്ന് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വന്നിട്ട് ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ ആള് ഉള്ളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തത്തെ പണികളും ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഉണ്ട്. ഇനി കുറച്ച് ചില്ലറ ബാക്കി ഉള്ളൂ. പിന്നെ ഫുൾ ഫിനിഷിങ് വർക്കായി തുടങ്ങി. ഇനി ഇതേ ഉള്ളിൽ നിന്നിട്ട് ഒരു കോട്ടം കൊണ്ട് വെള്ളം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാം. ഓട്ടർഷ കഴുകി കഴിഞ്ഞിട്ട് അടി മുഴുവൻ വൈറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ടോ, അത് പെയിൻ്റ് അടിക്കണം മൊത്തം ചേട്ടൻ. ഉണ്ടോ നിസ്സാര പരിപാടിയുള്ളൂ. ഇതിലൊരു മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പിൽ ഫുള്ള് പെയിൻ്റ് ആക്കിയിട്ട്
അതെ അല്ലേ? ക്യാമറ തൊട്ടടുത്ത് പിടിക്കുമ്പോഴേ ഈ ക്യാമറയുടെ ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് പെയിൻറ്റ് വരും. സംഭവം പെയിൻറ്റ് അടിക്കണത്. അപ്പോൾ ശരിക്കും അടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ഫുള്ള് കണ്ടോ അടിവശമൊക്കെ ഫുള്ള് പെയിൻറ്റ് അടിക്കുക. സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റ അടിക്ക് ഫുൾ പെയിൻറ്റ് അടിച്ചാൽ ക്ലീനായി. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പറൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അടിക്കുകയാണെങ്കിലേ അടിപൊളിയായിട്ട് അടിയിൽ മൊത്തം പെയിൻ്റ് ആവും. പക്ഷേ ഈ വണ്ടിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പറ്റുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഈ സാധനം അടിച്ച് പോയാൽ റാമ്പിൽ നിർത്തി അടിച്ചാൽ എല്ലായിടത്തും അടിപൊളിയായിട്ട് പെയിൻറ്റ് എത്തിയില്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ നോക്കി എന്ത് നീറ്റായിരുന്നു. സർവീസ് ചെയ്ത് ഫുൾ പക്കയായിട്ട് ഒറ്റ പെയിൻ്റ് അടി അടിപൊളി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലേ സൂപ്പറാണ്. മഡ്ഗാർഡിൻ്റെ അടിയൊക്കെ ക്ലീനായിട്ട് വെക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പെയിൻ്റ് എടുക്കുന്നു അടിക്കുന്നു. കണ്ടോ പെയിൻ്റ് അടിക്കുന്ന സിസ്റ്റമൊക്കെ വേറെയാണ്. മറ്റതുപോലെ ചെറിയ കരട് വന്നു കഴിഞ്ഞാൽ വരാത്ത കേസ്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സ്ട്രോങ്ങിൽ എല്ലായിടത്തേക്കും എത്തും. കണ്ടില്ലേ അങ്ങനെ വെച്ചിട്ട് പടക്കണേ. എന്ത് ഫോഴ്സിലാണ് വരുന്നത് നോക്കിയേ. നന്നായിട്ട് തൂളും സംഭവം. ക്യാമറയിലേക്കൊക്കെ തൂളും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത് നിന്നിട്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല ആൾക്കാരുടെ മേത്തേക്കായാലും ഫുള്ളാവും. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളുടെ അപ്പോൾ ഫുള്ള് വർക്കും കഴിഞ്ഞേക്കാണ്. ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്ടിയുടെ ഉൾവശം ഉണ്ടല്ലോ, ആ ഉൾവശത്ത് നമുക്ക് കിടക്കണ സിമെൻറ്റ് ഒന്ന് അടിച്ച് കളയാണ്ട്. അത് വണ്ടി ഇപ്പം ഇങ്ങനെ നിർത്തിയിട്ടുള്ള കാര്യം വെള്ളം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവിലത് കെട്ടി നിന്നിട്ട് സൈഡിൽ ഒലിക്കും. അപ്പോൾ നമ്മൾ ലേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെരുവായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വെള്ളം ഒലിച്ച് പോകുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ലേശം ഒന്ന് ബാക്ക് ഇറക്കിയിട്ട് കൊടുക്കട്ടെ കേട്ടോ. സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ബാക്കിലാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എയർ കയറ്റണം. ഈ സീറ്റിൽ കുഴപ്പമില്ല. ഇത് വേറെ ടൈപ്പ് സീറ്റാണ്. ഇതിൽ വെള്ളം പിടിക്കില്ല. ഇതിലാണ് വെള്ളം പിടിക്കുക നിലവിൽ. എൻ്റെ ദൈവമേ എന്ത് വൃത്തിയായി നോക്കി. ക്ലീനായിട്ടാണ് മൊത്തം. അടിപൊളി. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും ഓക്കെ. ഇനിയിപ്പോൾ ഷാക്സപ്പ് കൊടുത്ത് നമ്മൾ എയർ കയറ്റി ക്ലിയർ ആക്കാം. എയർ കയറട്ടെ, എന്നിട്ട് ബാക്ക് എടുത്തിടാം. എയർ ലീക്കിൻ്റെ ഒരു ശബ്ദത്തിനെയും കണ്ടുപിടിച്ചു ഗൈസ്. നമ്മുടെ ഈ കുറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ കിറ്റ് പോയിട്ടുണ്ടെന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നല്ല ശബ്ദം വരുന്നുണ്ട് എയർ പോണതിൻ്റെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബൂസ്റ്ററിൻ്റെയും പുറത്ത് മറ്റേ അവിടുത്തെ പൈപ്പുകളും കാര്യങ്ങളും ഫുള്ളല്ല ചെക്ക് ചെയ്തത്. ഈ സാധനം നോക്കിയിട്ടില്ല. ഇതാണ് ഇവിടെ ഈ വണ്ടി എടുക്കുമ്പോഴേക്കും എയർ ഇല്ലാണ്ട് കാണിക്കാനല്ലേ. അപ്പോൾ ഇതിലാണ് പോകണം. ഇട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്കുള്ള സ്ഥലത്തേക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഒരേ കംപ്ലയിൻറ്റ് നമ്മൾ മെല്ലെ കണ്ടുപിടിക്കുകയല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല. ഇപ്പം വണ്ടി ബാക്കിലേക്ക് ഇറക്കിയിട്ട് കൊടുത്തു. ഇനി ഉള്ളു ബോഡിയിൽ ഇതടിക്കട്ടെ കേട്ടോ. അതായത് വെള്ളം അടിക്കണം. ഞാൻ നോക്കി നോക്കട്ടെ. എൻ്റെ ഉള്ളുപൊടി കണ്ടു. ഉള്ളുപൊടിയിൽ മൊത്തം നമ്മളൊന്ന് വെള്ളം അടിച്ച് ക്ലിയർ ആക്കണം. കിട്ടണല്ലേ? ഇതേ വരണം. കുറച്ച് ചെരിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നാലും ഫുൾ വെള്ളം പോകുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഉള്ളിൽ നമ്മൾ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് സൈഡ് ബോഡി ചിലപ്പോൾ പെയിൻറ്റ് അടിക്കായിരിക്കും. എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സൈഡ് ബോഡി പെയിൻറ്റ് അടിക്കണമെങ്കിൽ എന്തായാലും ഉള്ളു ഭംഗിയായിട്ട് അടിച്ച് കളയണം. വെള്ളം അടിച്ചിട്ട് മാക്സിമം അഴുക്കുണ്ടെങ്കിൽ കളയണം. പിന്നെ സിമെൻറ്റായിട്ട് നിൽക്കുന്നത് എന്തായാലും പോവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ആ സംഭവം അവിടെ മുതൽ അടിച്ച് വൃത്തിയാക്കി വരുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് പണി കേട്ടോ. ബോഡിയുടെ ഉള്ളിൽ വാഷ് ചെയ്യൽ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. ഉള്ളിൽ സിമെൻറ്റ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഇങ്ങനെ അവിടെ മുതൽ അടിച്ച് വൃത്തിയാക്കി കൊണ്ടുവരണം. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കരിയിലയും അതുപോലെ സിമെൻറ്റിൻ്റെ പൊടിയാണ് മൊത്തം പോകണത്. സിമെൻറ്റ് പൊടിയല്ല, ഇപ്പോൾ കഷ്ണങ്ങളായി പിടിച്ചിരുന്നിട്ട്. സൈഡ് ഉള്ളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടോ തീരാറായി. ഇനിയിപ്പോൾ അതേ തുമ്പുകരിയും അടിക്കാനുള്ളൂ. എല്ലാം വൃത്തിയായി. അടിച്ചു കഴിയുമ്പോൾ വൃത്തിയായി കേട്ടോ. കുറേയൊക്കെ പോയി. നല്ല സ്ട്രോങ്ങിൽ അടിക്കുന്നത് കൊണ്ട് തന്നെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുഴപ്പമില്ല. വണ്ടിയുടെ ഫുള്ള് വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ചെറിയായിട്ടുള്ള വണ്ടികൾ വരെ ഇവിടെ അടിപൊളിയായിട്ട് കഴുകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ആളോട് പറഞ്ഞു ഒന്ന് വണ്ടി സർവീസ് ചെയ്തോ, ഒന്നും നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോണങ്ങാട്ടിലും വീടൊക്കെ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ചുമപ്പ് കളറൊക്കെ ആ സൈഡിലായിട്ട് നമ്മൾ വേഗം കൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പോകുന്നത്. ഒരു ബേസിൽ ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവമൊക്കെ അടിപൊളിയായിട്ട് പൊക്കോളും. വണ്ടിയിൽ പൊട്ടപ്പനാകട്ടെ എന്തെങ്കിലും കണ്ടിട്ട് വിചാരിച്ച് എന്തായാലും കടക്കാൻ പറഞ്ഞു. അപ്പോൾ ആള് വാഷ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്ത് കുട്ടപ്പനാകട്ടെ. കുറേ നാളായി നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ പ്രഷർ പൈപ്പുള്ള കാരണം അടിച്ച് കഴുകാറുള്ളതായിരുന്നു. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കഴുകൽ വളരെ കുറവാണ്. എന്തെങ്കിലും നല്ല ചെളിയായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വീട്ടിലിട്ട് കഴുകല്ലേ നമ്മൾ.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഡീസലിട്ട് വീട്ടിൽ കഴുകി നമ്മൾ തുടച്ച് വരുമ്പോൾ പറഞ്ഞാൽ ഒരു ദിവസം വേണം നമുക്ക്, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തരും. അപ്പോൾ എന്തായാലും അതിൻ്റെ പണി കയ്യോടെ കഴിഞ്ഞ കാരണം ഇതും കൂടി അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. ചേട്ടൻ മൊത്തം വെള്ളം ഒഴിച്ച് കഴിയുന്നതിന് ശേഷം ഒരു ഫുള്ള് ഡീസലിട്ട് കേട്ടോ. ഫുള്ള് ഡീസലിട്ട് നമ്മുടെ പഴയ പെയിൻ്റ് ആയിട്ട് മൊത്തം അരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. കുറേ നേരം ഇട്ട് വെച്ചതിന് ശേഷം നെൽത്തായിട്ട് വേണം ഫുള്ള് കളയാനായിട്ട്, അല്ലെങ്കിൽ പോവില്ല, അത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പൊട്ടനെ വെച്ചിട്ടുള്ള കണ്ടീഷനിൽ ഫുള്ള് ഡീസലിൽ അങ്ങോട്ട് കുതിർക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ആൾ ഡീസൽ പോയി വേറെ മേടിച്ചുകൊണ്ട് വന്ന് അത് ഇട്ടിട്ടാണ് കേട്ടപ്പോൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിട്ട് കഴിഞ്ഞ് മുഴുവൻ വെള്ളം അടിച്ചതിന് ശേഷം തോന്നുന്നു സോപ്പിടുക. അത് കഴിഞ്ഞിപ്പോൾ വെള്ളം അടിക്കുന്നതിനും മുന്നേ സോപ്പിടുക എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയാൽ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഡീസലിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം അടിക്കുന്നതാണ് കേട്ടോ ചെയ്തത്. ഞാൻ വിചാരിച്ച ഡീസലിട്ട് കഴിഞ്ഞിട്ട് സോപ്പിടാനാവുന്നു, പക്ഷേ ഡീസലിട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് വെള്ളം അടിച്ച് ക്ലിയർ ആക്കാണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീലുകളൊക്കെ ഇല്ലേ, വീലുകളുടെ ഉള്ളിലേക്ക് ഞാൻ ഇത് സ്പ്രേ ചെയ്തു ഫുള്ള്. അല്ലാണ്ട് മറ്റതൊക്കെ കൈ കൊണ്ട് ഉരച്ച് ഇത് ചെയ്യുക ചെയ്തത്, പക്ഷേ വീലുകളുടെ ഉള്ളിലേക്ക് ഫുള്ള് മഡ്ഗാർഡിൻ്റെ അടിയൊക്കെ ഫുള്ള് എന്താ പറയുക ഇതടിച്ച് ക്ലിയർ ആക്കി, ഡീസൽ അടിച്ച് ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ അത് കാരണം ഈ നല്ല ക്ലീൻ ഡീസൽ അടിച്ചാൽ കേട്ടോ വണ്ടി വൃത്തിയാവുള്ളൂ, എല്ലാ അഴുക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ട്. അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അത് പഴയ പെയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ചെറിയ അഴുക്കോ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും. ഇത് പക്ഷേ എന്ത് സാധനങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഡീസലിട്ട് കഴിഞ്ഞാൽ പോകും ക്ലീൻ ആവും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യണത്. എന്തായാലും അടിച്ച് കഴിഞ്ഞിട്ട് ഇനി സോപ്പിട്ട് ഫുള്ള് വാഷ് ചെയ്യും. അപ്പോൾ സോപ്പ് വാട്ടിച്ച് തുടങ്ങി അല്ലേ, സോപ്പിട്ട് ഒറ്റ കഴിവില്ല, അതായത് ഇത് തീർന്നു. അതിന് ഇനി സോപ്പിടാൻ പോകട്ടോ. ഫുള്ള് അങ്ങനെ സോപ്പിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി. ചായ വണ്ടി വന്നു, ചായ വണ്ടി, ഒരു ചായ കുടിക്കണ്ടായിരുന്നു. ആ കാറ് നമ്മുടെ തന്നെ കുറേ നാളായി പെയിൻ്റ് അടിക്കണേ. താഴെ വീട് പെയിൻ്റ് അടിക്കുമ്പോൾ അതിന് താഴെ കൊണ്ടിട്ടിട്ടേ പെയിൻറ്റ് മുഴുവൻ തുളിയായിരുന്നു. ഇനി നമ്മുടെ മാറ്റ് കഴുകിയിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. അതെ, മാറ്റ് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റ് എടുത്ത് ഇടണം. അതുപോലെ തന്നെ നമ്മുടെ ജാക്കി നമുക്ക് കിട്ടിയിട്ടില്ല വണ്ടി മേടിച്ചപ്പോൾ. ജാക്കി ലിവർ, സ്പാൻഡർ, കട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. അതൊക്കെ കയറ്റി വെക്കട്ടെ ഞാൻ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒഴിച്ച് വെച്ച് ജാക്കി ലിവർ, വീൽ സ്പാൻഡർ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് മറ്റേ ബെർത്തിൻ്റെ അടിയിലെടുത്തിട്ടു, ബോക്സിലെടുത്തിട്ടു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ 2 വണ്ടികളും കഴുകിയിട്ടു കേട്ടോ. അടിപൊളിയാക്കി ക്ലീനായി ഫുൾ പരിപാടികൾ കഴിഞ്ഞു. ഇനിയത്തെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് കൊടുക്കണം. നമ്മൾ ടയർ ഒരെണ്ണം റീസോൾവ് ചെയ്യാനുണ്ട്. മറ്റേ ടയർ കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം, ചെക്ക് ചെയ്യിപ്പിക്കണം. ടയറും കാര്യങ്ങളൊക്കെ ലോഡ് വെച്ച് പോകുമ്പോൾ ചിലപ്പോൾ പുതിയതാണ് റീസോൾഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കണം. അപ്പോൾ അതായത് നേരെ ഈ കൊണ്ട് കൊടുക്കണം. പിന്നെ നിധിയാണെങ്കിൽ ഈ കാർ എടുക്കാനായിട്ട് വരും. അപ്പോൾ നിധ ഈ കാർ എടുക്കും, ഞാൻ വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ ഇടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വയ്യാതായി. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.